നമസ്കാരം. ന്യൂസ് ആൻഡ് വ്യൂസ് ആരംഭിക്കുന്നു. ഇന്ന് ന്യൂസ് ആൻഡ് വ്യൂസ് രണ്ട് വിഷയങ്ങളിലൂടെയാണ് കടന്നു പോകുന്നത്. ഊർജിത് പട്ടേൽ പറഞ്ഞിരിക്കുകയാണ് നോട്ട് പ്രതിസന്ധി ഉടൻ തീരുമെന്ന്. ഊർജിത് പട്ടേൽ ഊർജത്തോടു കൂടി തന്നെയാണോ, ആർജവത്തോടു കൂടി തന്നെയാണോ ഈ കാര്യം ഇപ്പോൾ പറഞ്ഞിരിക്കുന്നത്? ഇതാണ് ആദ്യം ചർച്ച ചെയ്യുന്നത്. പിന്നീട് 9 മണിക്ക് ന്യൂസ് ആൻഡ് വ്യൂസ് ഇന്ന് ലോകം മുഴുവൻ കാത്തിരിക്കുന്ന വലിയ ചർച്ചയിലേക്ക് പോകുന്നു. ഡൊണാൾഡ് ട്രംപ് യുഗം ഇന്ന് തുടങ്ങുകയാണ്. ഊർജിത് പറഞ്ഞത് ആർജവത്തോടെയോ? ഈ വിഷയമാണ് ന്യൂസ് ആൻഡ് വ്യൂസ് ആദ്യം പരിശോധിക്കുന്നത്. ചർച്ചയിൽ പങ്കെടുക്കുന്നത് പ്രമുഖ സാമ്പത്തിക വിദഗ്ധർ ഡോക്ടർ BA പ്രകാശ്, ഡോക്ടർ KN ഹരിലാൽ, ഡോക്ടർ മേരി ജോർജ് എന്നിവർ. നോട്ട് പ്രതിസന്ധി ഉടൻ തീരുമെന്നാണ് റിസർവ് ബാങ്ക് ഗവർണർ ഊർജിത് പട്ടേൽ പറഞ്ഞിരിക്കുന്നത്. പബ്ലിക് അക്കൗണ്ട്സ് കമ്മിറ്റിക്ക് മുൻപാകെ ചോദ്യങ്ങൾക്ക് മുഴുവൻ മറുപടി പറയാൻ സാധിച്ചില്ല എന്നതാണ് ഇന്നും പുറത്തേക്ക് വരുന്ന വാർത്തകൾ. വീണ്ടും അടുത്ത മാസം പബ്ലിക് അക്കൗണ്ട്സ് കമ്മിറ്റിക്ക് മുമ്പാകെ ഹാജരാകണം എന്ന വ്യവസ്ഥയിൽ ഊർജിത് പട്ടേൽ ഇന്ന് കാര്യങ്ങൾ പറഞ്ഞു തീർത്തു. ഡോക്ടർ BA പ്രകാശ്, ഇന്ന് ഊർജിത് പട്ടേൽ പറഞ്ഞിരിക്കുന്നത് പ്രതിസന്ധി ഉടൻ തീരും എന്നാണ്. താങ്കൾ ഈ കാര്യത്തെ എങ്ങനെ നോക്കിക്കാണുന്നു? അതായത് ഈ 50 ദിവസം കഴിയുമ്പോൾ പ്രതിസന്ധി തീരുമെന്നാണല്ലോ നമ്മൾ നേരത്തെ പറഞ്ഞുകൊണ്ടിരുന്നത്. അപ്പോൾ 50 ദിവസം കഴിഞ്ഞപ്പോൾ പ്രധാനമന്ത്രിയുടെ ഒരു പ്രഖ്യാപനം വന്നു. അന്ന് പറഞ്ഞതാണെങ്കിൽ ഇത് എന്നാണ് ഈ പ്രതിസന്ധി തീരാൻ പോകുന്നു എന്നുള്ളതിനെ പറ്റി വ്യക്തമായ ഒരു രൂപമില്ല എന്നുള്ള ഒരു നിലപാടാണ് അന്ന് കേന്ദ്ര സർക്കാർ എടുത്തത്. അത് കഴിഞ്ഞിട്ടിപ്പോൾ റിസർവ് ബാങ്ക് ഗവർണർ അദ്ദേഹവും ഈ പ്രതിസന്ധി എന്ന് തീരുമെന്ന് ഇതുവരെ പറഞ്ഞിട്ടില്ല. ഈ കേന്ദ്ര ഗവൺമെൻറ്റിൻ്റെ ഭാഗത്തു നിന്ന് ആരും തന്നെ ഈ പ്രതിസന്ധി അടുത്ത കാലത്ത് എന്നാണ് തീരാൻ പോകണമെന്നുള്ളത് വ്യക്തമാക്കിയിട്ടില്ല. കാരണം ഈ അവരുടെ പൊതുവിൽ കേന്ദ്ര ഗവൺമെൻറ്റിൻ്റെ ഭാഗത്തുള്ള ചർച്ചകളിൽ നിന്ന് നമ്മൾ കാണുന്നതെന്ന് പറഞ്ഞാൽ ഇതൊരു അൺമാനേജബിൾ ആയിട്ടുള്ള ഒരു ലെവലിലേക്ക് പോകുന്നു എന്ന് ഇതുമായിട്ട് ബന്ധപ്പെട്ട ആളുകൾ, പ്രത്യേകിച്ച് കേന്ദ്ര ഗവൺമെൻറ്റും അതോടൊപ്പം തന്നെ RBIയും അംഗീകരിക്കുന്ന ഒരു സ്ഥിതിയാണ് പൊതുവിലിപ്പോൾ കണ്ടുവരുന്നത്. അല്ലെങ്കിൽ ഇത് എന്ന് കഴിയും, കാരണം ഇപ്പോൾ ഉള്ള കറൻസി ക്ഷാമം എന്നത്തേക്ക് മാറ്റാൻ കഴിയും, അല്ലെങ്കിൽ ഈ നവംബർ ഈ കറൻസി റദ്ദാക്കൽ നടപ്പിലാക്കുന്നതിന് മുമ്പുള്ള സ്ഥിതിയിലേക്ക് എന്നെത്താൻ കഴിയും എന്ന് ആരും പറയുന്നില്ലല്ലോ. അപ്പോൾ അങ്ങനെ ആരും പറയാൻ കഴിയാത്തിടത്തോളം കാലം ഈ പ്രതിസന്ധിക്ക് പിന്നീട് വ്യക്തമായ ഒരു ആൻസർ കേന്ദ്ര ഗവൺമെൻറ് പറയാൻ കഴിയാത്ത ഒരു സ്ഥിതിയായിട്ടാണ് ഞാനിതിനെ കാണുന്നത്. പ്രൊഫസർ മേരി ജോർജ്, കഴിഞ്ഞ ദിവസം റിസർവ് ബാങ്ക് ഓഫ് ഇന്ത്യയുടെ ഗവർണർ വിവരാവകാശ പ്രകാരം ചോദിച്ചപ്പോൾ നൽകിയ മറുപടിയിൽ ചില കാര്യങ്ങൾ പുറത്തേക്ക് പറയാൻ സാധിക്കില്ല, ജീവന് വരെ ഭീഷണിയുണ്ട് എന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു. ഈ പല കാര്യങ്ങളെക്കുറിച്ചും കൃത്യമായ അറിവില്ല റിസർവ് ബാങ്കിന്. നവംബർ 8-ാം തീയതി രാവിലെയാണ് യോഗം പോലും കൂടിയത് എന്നാണ് ആ വിവരാവകാശ പ്രകാരമുള്ള ഉത്തരങ്ങളിൽ കണ്ടത്. അങ്ങനെ ഇരിക്കെ റിസർവ് ബാങ്കിൻ്റെ ഗവർണർ ഇന്ന് പറയുകയാണ് പ്രതിസന്ധി ഉടൻ തീരുമെന്ന്. അദ്ദേഹം ഒരു വെറും പറച്ചിലായി പറഞ്ഞതല്ലാതെ അദ്ദേഹത്തിന് അതിന് ആധികാരികമായി പറയാൻ ഒരു റിസർവ് ബാങ്ക് ഓഫ് ഇന്ത്യയുടെ ഗവർണർക്ക് സ്വാഭാവികമായി ഉണ്ടായിരിക്കേണ്ട ആ ജ്ഞാനത്തിൻ്റെ പുറത്ത് പറഞ്ഞതാണെന്ന് താങ്കൾ കരുതുന്നുണ്ടോ? അങ്ങനെ തന്നെയാണ് ഞാൻ കരുതുന്നത്. കാരണം അദ്ദേഹം ഒരു കണക്ക് കഴിഞ്ഞ ദിവസം ആദ്യത്തെ ദിവസം PSCയുടെ മുൻപിൽ വന്നപ്പോൾ തന്നെ വെച്ചിരുന്നു. അതായത് 15.44 ലക്ഷം കോടി രൂപ നോട്ടുകളാണ് 500, 1000 ആയിട്ട് പിൻവലിച്ചത്. ഈ പിൻവലിച്ചതിൻ്റെ പകരം 9.2 ലക്ഷം കോടി നോട്ടുകൾ സർക്കുലേഷനിലേക്ക് തിരിച്ചയച്ചിരിക്കുന്നു എന്ന് പറഞ്ഞു. അപ്പോൾ അത് ഒരു 59% നോട്ടുകളാണ് അങ്ങനെ തിരിച്ചയച്ചിരിക്കുന്നത്. ആ 59%-ന്റെ കൂടെ അന്ന് 86% ഡിമോണിറ്റൈസ് ചെയ്തപ്പോൾ സമൂഹത്തിൽ ഉണ്ടായിരുന്ന 14%, അതും കൂടി കൂട്ടുമ്പോൾ ഏകദേശം 74% കറൻസി ഇപ്പോൾ സർക്കുലേഷനിലുണ്ട്. അപ്പോൾ 74% കറൻസി സർക്കുലേഷനിലുണ്ട് എന്ന് പറയുമ്പോൾ നമ്മൾ മനസ്സിലാക്കണം, ഒരു 75-80% ട്രാൻസാക്ഷൻസ് മാത്രമാണ് ഇന്ത്യയിൽ ഇപ്പോഴും. ഇപ്പോൾ അത്രയും ഇല്ല. ഈ ഡിമോണിറ്റൈസേഷൻ വരുന്നതിന് മുൻപും 80% ട്രാൻസാക്ഷൻസ് നമ്മൾ ക്യാഷ് ട്രാൻസാക്ഷൻസ് ആയിട്ട് നടത്തുമ്പോൾ 20% ട്രാൻസാക്ഷൻസ് ക്യാഷ്ലെസ് ആയിട്ട്, അതായത് ഇലക്ട്രോണിക് മീഡിയ വഴിയായിരുന്നു നടത്തിക്കൊണ്ടിരുന്നത്. അപ്പോൾ അങ്ങനെയുള്ളൊരു സാഹചര്യത്തിൽ ഏകദേശം 74% കറൻസി സമൂഹത്തിലേക്ക് ഇപ്പോൾ ഉണ്ട് എന്ന് പറയുമ്പോൾ ഇവിടെ ട്രാൻസാക്ഷൻസിന് ഇപ്പോൾ പ്രശ്നങ്ങൾ കുറഞ്ഞിരിക്കുന്നു.
വളരെ പെട്ടെന്ന് തന്നെ ഇപ്പോൾ പ്രശ്നം കുറഞ്ഞിരിക്കുന്നെങ്കിൽ ഇപ്പോൾ ഉള്ള പ്രശ്നങ്ങൾ എന്ന് പറഞ്ഞാൽ റീകാലിബ്രേറ്റ് ചെയ്യാൻ പറ്റാത്ത ഏതാനും ATMs കാണും. പിന്നെ എല്ലാ ATMകളിലും പണം എത്തുന്നില്ല എന്നുള്ള കാരണങ്ങളൊക്കെ കാണും. അതുകൂടി പരിഹരിക്കാൻ കുറച്ച് സാവകാശവും കൂടി വേണ്ടി വരും. അതുകൊണ്ട് ഞാൻ നേരത്തെ തന്നെ വിചാരിച്ചിരുന്നു, ഞാൻ പലപ്പോഴും പറയുകയും ചെയ്തിരുന്നു, ഇത് അടുത്ത ബജറ്റ് ഫെബ്രുവരി 2-നോ 1-ന് ബജറ്റ് വരുന്നതിന് മുൻപായിട്ട് ഒരു എന്താ പറയുക, ഒരു സാധാരണ നിലയിലേക്ക് കറൻസി സിറ്റുവേഷൻ വരും. ഡോക്ടർ മേരി ജോർജിന്റെ ഈ സാമ്പത്തിക ബുദ്ധിയിൽ പോലും തോന്നിയ ഈ കാര്യം എന്തുകൊണ്ടാണ് പ്രധാനമന്ത്രിക്ക് ആദ്യമേ തോന്നാത്തത്? ഫെബ്രുവരി 1-ന് ഏകദേശം കാര്യങ്ങൾ തീരുകയുള്ളൂ എന്ന് ഊർജിത് പട്ടേലിന് പോലും കഴിഞ്ഞ ദിവസം ചോദിച്ചപ്പോൾ പോലും കൃത്യമായി കാര്യങ്ങൾ പറയാൻ പറ്റാതിരുന്നത് എന്തുകൊണ്ടാണ്? ഒപ്പം ഇപ്പോഴും പബ്ലിക് അക്കൗണ്ട്സ് കമ്മിറ്റിക്ക് മുൻപാകെ വളരെ പരിഹാസ്യനായി ഗവർണർ നിന്നു പോകുന്നത് ഒരു ചോദ്യത്തിനാണ്, പ്രത്യേകിച്ച് എത്ര നോട്ടുകൾ അസാധുവായത് തിരിച്ച് ബാങ്കിലേക്ക് എത്തി എന്ന കാര്യത്തിൽ. എന്തുകൊണ്ട് ഈ ഡിജിറ്റൽ ഇന്ത്യക്ക് ഇപ്പോഴും ഇത് എണ്ണി തീർക്കാനാകുന്നില്ല? അക്കാര്യത്തിൽ സത്യം പറഞ്ഞാൽ റിസർവ് ബാങ്ക് ഓഫ് ഇന്ത്യയുടെ ഗവർണറെ അല്ല കുറ്റപ്പെടുത്തേണ്ടത്. ഇത്തരം ചോദ്യങ്ങൾ ചോദിക്കുന്ന PAC തന്നെയാണ് അതായത് പരിഹാസ്യമായി തീരുന്നത്. കാരണം നെഹ്റുവിൻ്റെ ചരിത്രം വായിച്ച കൂട്ടത്തിൽ ഞാൻ വായിച്ചിട്ടുണ്ട്, നെഹ്റു അന്നത്തെ റിസർവ് ബാങ്ക് ഗവർണറെ കാണാൻ ബോംബെയിൽ അദ്ദേഹത്തിൻ്റെ ഓഫീസിൽ പോയാണ് കണ്ടിരുന്നതെന്ന്. അങ്ങനെ പ്രധാനമന്ത്രിമാർ പോലും റിസർവ് ബാങ്ക് ഗവർണറെ അദ്ദേഹത്തിൻ്റെ ഓഫീസിൽ പോയി കണ്ടിരുന്ന, അത്രയും വലിയ എസ്റ്റീമിൽ കരുതിയിരുന്ന ഒരു പൊസിഷനെയാണ് ഇത്രയധികം റിഡിക്യൂൾ ചെയ്തുകൊണ്ട്, മോശമാക്കിക്കൊണ്ട് പബ്ലിക് അക്കൗണ്ട്സ് കമ്മിറ്റിയുടെ മുൻപാകെ വിളിച്ചു വരുത്തിയിരിക്കുന്നത്. റിസർവ് ബാങ്ക് ഓഫ് ഇന്ത്യയുടെ ഉദയം തന്നെ ഇന്ന് ഞാൻ അത് പഠിച്ചിട്ടാണ് വന്നിരിക്കുന്നത്. അതായത് ഹിൽട്ടൺ യങ് കമ്മീഷൻ റിപ്പോർട്ടും അതുപോലെ ലെജിസ്ലേറ്റീവ് കൗൺസിൽ ഓഫ് ഇന്ത്യയും കൂടി 2 റിപ്പോർട്ടുകൾ, ആ റിപ്പോർട്ടുകളുടെ ബേസിസിലാണ് 1935 റിസർവ് ബാങ്ക് ഓഫ് ഇന്ത്യ നിലവിൽ വരുന്നത്. അന്ന് ആ ഹിൽട്ടൺ യങ് കമ്മീഷനും അതുപോലെ ലെജിസ്ലേറ്റീവ് കൗൺസിൽ ഓഫ് ഇന്ത്യയും വെച്ചിരുന്ന ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കണ്ടീഷൻ തന്നെ റിസർവ് ബാങ്ക് ഓഫ് ഇന്ത്യ ആൻസറബിൾ ടു ഗവൺമെന്റ് ആണ്, പക്ഷേ ഇൻഡിപെൻഡന്റ് ആയിരിക്കണം എന്നാണ്. അങ്ങനെ ഓട്ടോണമി കാത്തുസൂക്ഷിക്കേണ്ട ഒരു സ്ഥാപനം കാത്തുസൂക്ഷിക്കേണ്ട സ്ഥാപനം എന്ന് പറയുമ്പോൾ ആ ഓട്ടോണമി അവിടെ ഉണ്ട്. ഉർജിത് പട്ടേലും ആ ഓട്ടോണമി വിട്ടുകളയാൻ തയ്യാറല്ല എന്ന് തന്നെയാണ് അദ്ദേഹത്തിന്റെ സംസാരത്തിൽ നിന്നും അദ്ദേഹത്തിന്റെ മൗനത്തിൽ നിന്നും ഞാൻ മനസ്സിലാക്കുന്നത്. ശരി, ഞാൻ തിരിച്ചു വരാം. ഡോക്ടർ KN ഹരിലാൽ, ഇപ്പോൾ പ്രൊഫസർ മേരി ജോർജ് പറയുന്നത് ഈ റിസർവ് ബാങ്ക് ഓഫ് ഇന്ത്യയുടെ സ്വയംഭരണം, അതിൻ്റെ മാന്യത, അത് കളഞ്ഞു കുളിച്ചത് ഈ പബ്ലിക് അക്കൗണ്ട്സ് കമ്മിറ്റിയാണ്. അതായത് അവർ വിളിച്ചു വരുത്താൻ പാടില്ലായിരുന്നു. മുൻപ് പ്രധാനമന്ത്രിമാർ പോലും അങ്ങോട്ട് ചെന്ന് കണ്ടിരുന്ന ഒരു പദവിയാണ് റിസർവ് ബാങ്ക് ഓഫ് ഇന്ത്യയുടെ ഗവർണർ പദവി എന്ന് പറയുന്നത്. അത് ഇങ്ങനെ തരം താഴ്ത്തിയത് ഇപ്പോൾ പബ്ലിക് അക്കൗണ്ട്സ് കമ്മിറ്റി ആണ് എന്നാണ് പ്രൊഫസർ മേരി ജോർജ് പറയുന്നത്. ഒരു രാജ്യം ഒരു സാമ്പത്തിക അടിയന്തരാവസ്ഥയെ നേരിടുന്ന സന്ദർഭത്തിലാണ് രാജ്യത്തിന്റെ പരമാധികാര സഭയായ പാർലമെന്റ് സമിതി അദ്ദേഹത്തെ വിളിച്ചു വരുത്തിയത്. അപ്പോൾ നമ്മുടെ രാജ്യത്തെ സംബന്ധിച്ചിടത്തോളം ഇതിനപ്പുറം വേറൊരു പരമാധികാര സഭയില്ല. രാജ്യത്തിന്റെ പാർലമെന്റിന്റെ ഒരു സമിതിയാണ്. അതും പ്രത്യേകിച്ച് ഇത്രയും വലിയൊരു സാമ്പത്തിക അടിയന്തരാവസ്ഥ രാജ്യം നേരിടുമ്പോൾ, സമ്പദ്ഘടന മൊത്തത്തിൽ മാന്ദ്യത്തിലേക്ക് നീങ്ങുമ്പോൾ, രാജ്യത്തിന്റെ കറൻസിയുടെ നിയന്ത്രണമുള്ള RBIയുടെ ഗവർണറെ അവര് നിജസ്ഥിതി എന്താണെന്ന് മനസ്സിലാക്കാൻ വേണ്ടി വിളിച്ചു വരുത്തിയത്. അവിടെ RBIയുടെ നയങ്ങൾ തിരുത്തണമെന്ന് ആവശ്യപ്പെടാനല്ല, മറിച്ച് എന്താണ് ഈ രാജ്യത്ത് സംഭവിച്ചുകൊണ്ടിരിക്കുന്നത്, എന്താണ് ഈ തീരുമാനങ്ങൾ, എവിടേക്കാണ് കറൻസിയുടെ അവസ്ഥ പോകുന്നത് എന്ന് മനസ്സിലാക്കുന്നതിനാണ് അതിന് അധികാരപ്പെട്ട പാർലമെന്റിന്റെ ഒരു സമിതി അദ്ദേഹത്തെ വിളിച്ചു വരുത്തി അദ്ദേഹത്തിൽ നിന്ന് കാര്യങ്ങൾ ചോദിച്ചത്. പക്ഷെ ഇവിടെ ഒരു കാര്യം വ്യക്തമാകുന്നത് എന്താണ്, ഇന്നിപ്പോ രാജ്യത്തിന്റെ കറൻസിയുടെ നില, നാണയനിലയെ സംബന്ധിച്ച് വ്യക്തമായ ഒരു ചിത്രം ഗവൺമെന്റിനോ റിസർവ് ബാങ്ക് ഓഫ് ഇന്ത്യക്കോ നൽകാൻ കഴിയുന്നില്ല. ഓരോ ദിവസവും ജനങ്ങളെ കൂടുതൽ കൺഫ്യൂഷനിലാക്കുന്ന, കൂടുതൽ അവ്യക്തത ഉണ്ടാക്കുന്ന വാർത്തകളാണ് വന്നുകൊണ്ടിരിക്കുന്നത്. നോട്ടുകളെ സംബന്ധിച്ച്, കറൻസി പ്രിന്റ് ചെയ്യാനുള്ള ഗവൺമെന്റ് ശേഷിയെക്കുറിച്ച്, അത് എപ്പോ നോർമൽ അവസ്ഥയിലേക്ക് എത്തിക്കാൻ കഴിയുമെന്നുള്ളതിനെ കുറിച്ച്, അതുപോലെ തന്നെ ബാങ്കുകളിലേക്ക് തിരിച്ചെത്തിയ കറൻസിയെ കുറിച്ച്, ഇതൊന്നും
ഒരു വ്യക്തതയുമില്ലാത്ത നിലയിലാണ് രാജ്യത്തുള്ളത് ഈ കാര്യങ്ങളെല്ലാം സംബന്ധിച്ച്. ഇത് അങ്ങേറ്റം നിർഭാഗ്യകരമായിട്ടുള്ള അവസ്ഥയല്ലേ? രാജ്യത്ത് ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കാര്യമാണ് നാണയ വ്യവസ്ഥ. എത്രമാത്രം നാണയങ്ങൾ ഇഷ്യൂ ചെയ്യുന്നു, അത് ഏതളവിലാണ്, എപ്പോഴാണ് തുടങ്ങിയ കാര്യങ്ങൾ കൃത്യമായി കണക്ക് സൂക്ഷിച്ച് അതിന്റെ കസ്റ്റോഡിയൻ, അതിന്റെ മുഴുവൻ അധികാരവും ഉള്ള റിസർവ് ബാങ്ക് ഓഫ് ഇന്ത്യക്ക് ഇന്ത്യയിലെ ജനങ്ങൾ ഇത്രയും വലിയ ക്രൈസിസിലേക്ക് പോയതിനു ശേഷവും എന്താണ് സ്ഥിതി എന്ന് കൃത്യമായി പറയാൻ കഴിയുന്നില്ല. അതായത് ഡോക്ടർ കെ എൻ ഹരിലാൽ, ഇന്ന് ഊർജിത് പട്ടേൽ പബ്ലിക് അക്കൗണ്ട്സ് കമ്മിറ്റിക്ക് മുൻപാകെ ഇതെല്ലാം ഉടൻ തീരും, പ്രതിസന്ധി ഉടൻ തീരുമെന്ന് പറഞ്ഞത് ഒരു വെറും വാക്ക് മാത്രമാണ് എന്നാണോ താങ്കൾ പറയുന്നത്? തീർച്ചയായും ഇത് ഉടനെ തീരാൻ കഴിയുന്ന ഒരവസ്ഥയല്ല എന്നുള്ളത് ഇനിയിപ്പോ റിസർവ് ബാങ്ക് ഓഫ് ഇന്ത്യയുടെ ഗവർണർ പറഞ്ഞാലും പറഞ്ഞില്ലെങ്കിലും നാട്ടിലെ ജനങ്ങൾക്ക് അറിയാവുന്ന ഒരു സ്ഥിതിയല്ലേ. അതായത് പെട്ടെന്ന് ഇത് പരിഹരിക്കാൻ കഴിയുന്ന നിലയിലല്ല ഇപ്പോഴുള്ളത്. ആ തരത്തിലുള്ള യാതൊരു പ്രിപ്പറേഷനും ഗൗരവവും ഗവൺമെന്റിന്റെ ഭാഗത്തുനിന്ന് RBIയുടെ ഭാഗത്തുനിന്ന് ഉണ്ടായിട്ടില്ല. അതുകൊണ്ടാണ് ഈ അവസ്ഥ എന്നുള്ളത് എല്ലാവർക്കും അറിയാം. അത് പരിഹരിക്കുന്നതിനുള്ള ഒരു സംവിധാനത്തിലേക്ക് രാജ്യം പോയിട്ടില്ല. 1000 രൂപയുടെ കറൻസി പ്രിന്റ് ചെയ്യുന്നതിനെ കുറിച്ച് ഇപ്പൊ ആലോചിക്കുന്നു എന്നാണ് പത്രവാർത്തകൾ വന്നുകൊണ്ടിരിക്കുന്നത്. 1000 രൂപയുടെ കറൻസി വേണ്ടേ? അത് വേണമെങ്കിൽ പ്രിന്റ് ചെയ്യാനുള്ള സംവിധാനമുണ്ടോ? അതിനുള്ള ക്രമീകരണം നടത്തിയിട്ടുണ്ടോ എന്നുള്ളതൊക്കെ അറിയണ്ടേ. ഇനിയിപ്പോ രഹസ്യമായിട്ട് ഗവൺമെന്റ് ഈ കാര്യത്തിൽ എന്തെങ്കിലും നീക്കം വളരെ പരമരഹസ്യമായിട്ട് എന്തെങ്കിലും ചെയ്യുന്നുണ്ടോ എന്നുള്ളത് എന്നെ പോലെ ഒരാൾക്ക് അറിയാൻ കഴിയില്ല. പക്ഷെ ഇന്നിപ്പോ വാർത്താ മാധ്യമങ്ങളിൽ നിന്ന് നമുക്ക് ശേഖരിക്കാൻ കഴിയുന്ന വിവരങ്ങളുടെ അടിസ്ഥാനത്തിൽ ആ തരത്തിൽ ഒരു പ്രശ്നപരിഹാരം ഇല്ല. ഞാൻ തിരിച്ചു വരാം ഡോക്ടർ കെ എൻ ഹരിലാൽ. ഡോക്ടർ BA പ്രകാശ്, ഇപ്പോൾ ഡോക്ടർ കെ എൻ ഹരിലാലും ചൂണ്ടിക്കാട്ടിയതുപോലെ രഹസ്യമായിട്ട് എന്തൊക്കെ ചെയ്യുന്നു എന്നുള്ളത് ആർക്കും അറിയാൻ സാധിക്കില്ല, അത് ചില ആളുകൾക്ക് മാത്രമേ അറിയാൻ സാധിക്കൂ. പക്ഷേ അങ്ങനെയാണെങ്കിൽ കൂടി രഹസ്യമായി ചെയ്ത് കാര്യങ്ങൾ വിജയിപ്പിച്ചെടുക്കുന്നതിൻ്റെ ഒരു നീക്കവും നമ്മൾ ഇതിനകം കാണുന്നുമില്ല. റിസർവ് ബാങ്ക് ഓഫ് ഇന്ത്യയുടെ ഗവർണർ ഇന്ന് പറഞ്ഞിരിക്കുന്നത് ബാങ്കുകളിലേക്ക് തിരികെ എത്തിയ തുകയെക്കുറിച്ച് ബാങ്കുകൾ റിപ്പോർട്ട് ചെയ്തത് തന്നെ പെരുപ്പിച്ചാണ്. സഹകരണ ബാങ്കുകളുടെ കാര്യത്തിലും ഇതുപോലെ പെരുപ്പിച്ച കണക്കുകളാണ് പുറത്തേക്ക് വന്നത്. അത് കഴിഞ്ഞിട്ട് തന്നെ ഇപ്പോൾ 1 മാസത്തോളം ആയിരിക്കുന്നു. ഈ പെരുപ്പിച്ച കണക്കുകളുടെ പുറത്ത് ഇങ്ങനെ റിസർവ് ബാങ്ക് ഓഫ് ഇന്ത്യ പുതിയ തന്ത്രങ്ങൾ മെനഞ്ഞിരിക്കുന്നു എന്ന് വേണമോ കരുതാൻ? അതായത് ഇപ്പോൾ നമുക്കിപ്പോൾ ലഭ്യമായിട്ടുള്ള വിവരങ്ങൾ, അതായത് ഇപ്പോൾ RBI ഗവർണർ പാർലമെൻ്ററി സമിതിക്ക് മുമ്പിൽ ജനുവരി 18-ാം തീയതി പറഞ്ഞതിൻ്റെ റിസൾട്ട് എല്ലാ പത്രങ്ങളിലും വന്നിട്ടുണ്ട് വാർത്ത. എന്താണ്? ഇതുവരെ 9.2 ലക്ഷം കോടി രൂപയുടെ കറൻസി പ്രിൻ്റ് ചെയ്തിട്ടുണ്ട് എന്നാണ് അദ്ദേഹം അവിടെ പറഞ്ഞത്. എല്ലാ പത്രങ്ങളും റിപ്പോർട്ട് ചെയ്ത്. എന്ന് പറയുമ്പോൾ പിൻവലിച്ചതാണെങ്കിൽ 15.4 ലക്ഷം കോടി രൂപ. അതായത് ഇതുവരെ ഏതാണ്ട് ഇപ്പോൾ 3 മാസം ആകാൻ പോകുന്ന ഈ കാലഘട്ടത്തിൽ ഇതുവരെ പുറത്ത് ഇറക്കിയിരിക്കുന്നത് പിൻവലിച്ച കറൻസിയുടെ 60%. തന്നെയല്ല, 60%ആണല്ലോ, നേരത്തെ 60%. അപ്പോൾ ഇവിടെ ഇപ്പോൾ 80% ട്രാൻസാക്ഷൻസും ക്യാഷ് മാത്രം ഉപയോഗിച്ച് നടക്കുന്ന ഒരു സമ്പദ്ഘടനയിൽ മൊത്തം പിൻവലിച്ച കറൻസിയുടെ 60% ഇപ്പോഴും ഇതുവരെയും പിന്നെ ഗവൺമെൻറ്റിന് പ്രിൻ്റ് ചെയ്യാൻ കഴിഞ്ഞുള്ളൂ. ഒന്ന്. രണ്ടാമത് വേറൊരു പ്രശ്നം കൂടെ ഉണ്ട്. നേരത്തെ ആണെങ്കിൽ നമ്മൾ 500ഉം 1000 രൂപയുടെ നോട്ടുകളുണ്ടായിരുന്നു. ഇപ്പോൾ അതിൻ്റെ സ്ഥാനത്ത് 2000 രൂപ നോട്ടുകളാണ്. ഈ 2000 രൂപ നോട്ട് കൊണ്ട് ഗ്രാമപ്രദേശങ്ങളിൽ പല സ്ഥലങ്ങളിലും പോയി കഴിഞ്ഞ് കഴിഞ്ഞാൽ ഒരു ട്രാൻസാക്ഷൻ നടത്താൻ ഒക്കില്ല. അത്രയും മോശമായിട്ടുള്ള ഒരു ചെറിയ കടയിലോ അല്ലെങ്കിൽ മറ്റു സ്ഥലങ്ങളിൽ പോയി ഒരു ട്രാൻസാക്ഷൻ നടത്തണമെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ 2000 രൂപയുടെ നോട്ട് കൊണ്ട് ഒരു ട്രാൻസാക്ഷൻ നടത്താൻ ഒക്കാത്തൊരു സാഹചര്യമുണ്ട്. അപ്പോൾ ചുരുക്കത്തിൽ ഈ റിസർവ് ബാങ്ക് ഗവർണർ പറഞ്ഞിരിക്കുന്ന വസ്തുതയുടെ അടിസ്ഥാനത്തിൽ തന്നെ നമ്മൾ നോക്കിയാൽ തീർച്ചയായിട്ടും ഈ പ്രതിസന്ധി പരിഹരിക്കാൻ ഇത്രയും കാലമായിട്ടും ആപാട് ഇപ്പോൾ 60% നോട്ടുകൾ മാത്രമേ ഗവൺമെൻറ് ഇറക്കാൻ കഴിഞ്ഞുള്ളൂ. മാത്രമല്ല 1000 രൂപയുടെ നോട്ടുകൾ ഇറക്കാൻ കഴിഞ്ഞില്ല. അപ്പോൾ ഈ മേഖലയിൽ ഒരു സൊല്യൂഷൻ, അല്ലെങ്കിൽ ഇത് എന്താണ്, ഇത് എങ്ങനെയാണിത് അവസാനിക്കാൻ പോകുന്നത്, അല്ലെങ്കിൽ എങ്ങനെയാണ് ഇതിനെ ഫേസ് ചെയ്യാൻ പോകുന്നത്, അല്ലെങ്കിൽ എത്ര സമയമെടുക്കും എന്നുള്ളതിനെ പറ്റി വ്യക്തമായിട്ടും ഇതുവരെയും റിസർവ് ബാങ്ക് പറയാൻ കഴിഞ്ഞിട്ടില്ല. ഡോക്ടർ BA പ്രകാശ്, അവിടെ ഒരു സംശയം കൂടി ചോദിക്കട്ടെ. അതായത് നേരത്തെ 1000ഉം 500ഉം ഈ 14 ലക്ഷത്തിൽ ചില്ലറ അല്ലെങ്കിൽ 15 ലക്ഷത്തോളം രൂപയുടെ മൂല്യമുള്ള നോട്ടുകൾ, 86% വരുന്ന നോട്ടുകൾ, ഇതാണ് പിൻവലിച്ചത്. ആ നോട്ടുകളുടെ സ്ഥാനത്ത് ഇപ്പോൾ 2000 രൂപയുടെ 9 ലക്ഷത്തോളം മൂല്യമുള്ള നോട്ടുകൾ വരുന്നത് നേരത്തെ 1000ഉം 500ഉം ക്രയവിക്രയം നടന്നിരുന്ന അതേ സ്ഥലങ്ങളിൽ അതേ ആളുകളുടെ കയ്യിൽ അതേപോലെ ട്രാൻസാക്ട് ചെയ്യപ്പെടുകയാണ് എന്ന്, അതിനെ റീപ്ലേസ് ചെയ്തിരിക്കുകയാണ് എന്ന് കാണാൻ സാധിക്കുമോ? അല്ല, സാധിക്കില്ല. അതാ ഞാൻ പറഞ്ഞത്. അതായത് ഈ 9.2 ലക്ഷം കോടി രൂപയുടെ പുതിയ നോട്ടുകൾ അടിച്ചിറക്കിയതിൽ ഭൂരിഭാഗവും, അല്ലെങ്കിൽ എനിക്ക് തോന്നുന്നു അതിൽ ഒരു മേജർ ഭാഗവും 2000 രൂപയുടെ നോട്ടുകളാണ്.
നമ്മളിവിടെ ഇപ്പോൾ സാധാരണ ട്രാൻസാക്ഷന് 500 രൂപയുടെ നോട്ടുകളും 1000 രൂപ നോട്ടുകളും ഉപയോഗിച്ച സ്ഥാനത്താണ് നമുക്കിപ്പോൾ കിട്ടിയിരിക്കുന്നത് 2000 രൂപയുടെ നോട്ടുകൾ. ഈ 2000 രൂപയുടെ നോട്ടുകൾ വന്നത് മൂലം ഇൻഫോർമൽ സെക്ടറിലും ചെറുകിട കച്ചവടം അല്ലെങ്കിൽ ചെറുകിട ആക്ടിവിറ്റീസ് ഈ മേഖലകളിലും ഗ്രാമപ്രദേശങ്ങളിലും എല്ലാം ട്രാൻസാക്ഷന് ഈ 2000 രൂപ നോട്ട് കിട്ടിയതുകൊണ്ട് കാര്യങ്ങൾ നടക്കില്ലല്ലോ. അങ്ങനെ ഒരു ക്യാഷ് പ്രതിസന്ധി ഈ 2000 രൂപ നോട്ട് കൂടെ ഉണ്ടാക്കിയിട്ടുണ്ട്. വേറൊരു കാര്യം എന്ന് പറഞ്ഞാൽ ഈ 2000 രൂപ നോട്ട് വന്നതോടുകൂടി പല പ്രൈവറ്റ് ബാങ്ക്സും അവരിത് പിന്നീട് ഈ ഹോൾഡ് ചെയ്യാൻ തുടങ്ങിയെന്നുള്ളതാണിത്. ഈ കരിഞ്ചന്തയിൽ ഈ കറൻസി ഇങ്ങനെ കൊടുക്കാൻ ഈ കറൻസി ബാങ്കിലേക്ക് വിടുന്നില്ല. അങ്ങനെ ഒരു വലിയ തോതിലുള്ള ഒരു ഹോർഡിങ്ങും ഒരു കള്ളപ്പണം തന്നെ ഈ 2000 രൂപ നോട്ട് സംവിധാനത്തിൽ ഉണ്ടായിരിക്കുന്നു എന്നുള്ളതാണ് ഈ അടുത്ത കാലത്ത് നടന്നിരിക്കുന്ന ഒരുപാട് റെയ്ഡുകളിൽ നമ്മൾ കാണിക്കുന്നത് എന്നുള്ളതാണ്. പ്രൊഫസർ മേരി ജോർജ്, ഇന്ന് ഈ പബ്ലിക് അക്കൗണ്ട്സ് കമ്മിറ്റിയിൽ അംഗമായിരുന്ന ഒരു പാർട്ടി നേതാവ്, സമാജ്വാദി പാർട്ടി നേതാവാണെന്ന് തോന്നുന്നു, വാർത്തയിൽ കണ്ടതാണ്. അദ്ദേഹം ഒരു കള്ളനോട്ട് തന്നെ എടുത്ത് ഗവർണറെ കാണിച്ചു, റിസർവ് ബാങ്ക് ഓഫ് ഇന്ത്യയുടെ ഗവർണറെ കാണിച്ചു. കണ്ടില്ലേ, നിങ്ങളുടെ പരിഷ്കാരം കാരണം ഇതൊക്കെയാണ് നാട്ടിൽ വന്നുകൊണ്ടിരിക്കുന്നതെന്ന് കാണിച്ചിരിക്കുന്നു. ഇപ്പൊ ഇവിടെ പറഞ്ഞിരിക്കുന്ന കാര്യങ്ങൾ വെച്ച് നോക്കുമ്പോൾ ഡോക്ടർ കെ എൻ ഹരിലാലും ഡോക്ടർ ബി എ പ്രകാശും ചൂണ്ടിക്കാട്ടിയതുപോലെയുള്ള കാര്യങ്ങളാണെങ്കിൽ ഈ പ്രതിസന്ധി ഉടൻ തീരും എന്ന് എന്ത് ആധികാരികമായ തെളിവിന്റെയും ഉറപ്പിന്റെയും അടിസ്ഥാനത്തിലാണ് ഊർജിത് പട്ടേൽ പറഞ്ഞുകൊണ്ടിരിക്കുന്നത്? ഈ പറഞ്ഞ ഈ രണ്ടുപേരും പ്രത്യേകം ഞാൻ പറയുന്നില്ല. ഡോക്ടർ ബി എ പ്രകാശ് ഓൾറെഡി പറഞ്ഞു കഴിഞ്ഞു. 9.2 ലക്ഷം കോടി പുതിയ കറൻസി, അത് 2000 രൂപ നോട്ടാണെന്ന് ഊർജിത് പട്ടേൽ പറഞ്ഞിട്ടില്ല. അതിൽ ഏറ്റവും കൂടുതലായിട്ട് വന്നിരിക്കുന്ന 100 രൂപ 50 രൂപ നോട്ടുകളാണ്. കാരണം ചെറിയ ഡിനോമിനേഷൻസിന് പ്രാധാന്യം കൊടുക്കണമെന്ന് ഗവൺമെന്റ് ഓഫ് ഇന്ത്യയും നേരത്തെ തന്നെ താക്കീത് കൊടുത്തിരുന്നു. അത് റിസർവ് ബാങ്ക് ഓഫ് ഇന്ത്യയും അത് തന്നെ, അതായത് റിസർവ് ബാങ്ക് ഓഫ് ഇന്ത്യ ഈ അനൗൺസ്മെന്റ് നവംബർ 8 വരുന്നതിന് മുൻപ് തന്നെ ബാങ്കുകൾക്ക് കൊടുത്തിരുന്ന ഒരു നോട്ടീസ്, അത് ഇന്നൊക്കെ അടുത്ത ദിവസം പത്രങ്ങളിൽ വരികയുണ്ടായി. 100 രൂപ നോട്ട് കൂടുതലായിട്ട് കരുതണം എന്ന് സൂചിപ്പിക്കുന്ന ഒരു നോട്ട്. അപ്പം അങ്ങനെ 150 രൂപ നോട്ടുകൾ ഈ 9.2 ലക്ഷം കോടിയിൽ ഉൾപ്പെട്ടിട്ടുണ്ട് എന്നുള്ളതിന് അത് തന്നെ ഒരു പ്രധാനപ്പെട്ട തെളിവാണ്. അപ്പോൾ അത് മാത്രവുമല്ല, ഞാൻ നേരത്തെ പറഞ്ഞല്ലോ, ഈ 86% ഡിമോണിറ്റൈസ് ചെയ്യുമ്പോൾ അവിടെ 14% സ്മോളർ ഡിനോമിനേഷൻ ക്യാഷ് ആൻഡ് കറൻസി ഉണ്ടായിരുന്നു. അതിൻ്റെ കൂടെയാണ് ഇപ്പോൾ ഈ പറഞ്ഞ 9.2 ലക്ഷം കോടി എന്ന് പറയുന്ന ഏകദേശം 60%. അപ്പോൾ 60ഉം 10ഉം 74 74% കറൻസി ഉണ്ട്. അതോടൊപ്പം തന്നെ നമ്മൾ ക്യാഷ്ലെസ് ഇക്കോണമിയിലേക്ക് പോകണം എന്ന് പറഞ്ഞ് നാഷണലൈസ്ഡ് ബാങ്കുകൾ, പ്രത്യേകിച്ച് പിന്നെ സ്റ്റേറ്റ് ബാങ്ക് ഓഫ് ഇന്ത്യ, അതുപോലെ തന്നെ സ്റ്റേറ്റ് ബാങ്ക് ഓഫ് ഇന്ത്യ ബഡി, അതുപോലെ ബിം, ഭാരത് എന്താ പറയുക, ഇത് എന്ന് പറഞ്ഞിട്ട് ഗവൺമെന്റ് ഓഫ് ഇന്ത്യ ഡിജിറ്റൽ പരിപാടി, പിന്നെ അതുപോലെ തന്നെ പേടിഎം, അതുപോലെ ഡെബിറ്റ് ക്രെഡിറ്റ് കാർഡുകൾ, ഇങ്ങനെ ഒരുപാട്. അപ്പൊ അവിടെയൊക്കെ നമ്മൾ ശ്രദ്ധിക്കേണ്ടത് ഇതൊക്കെ സൈബർ സെക്യൂർ ആണോ? അങ്ങനെ സൈബർ സെക്യൂർ ആയിട്ടുള്ള സിസ്റ്റം, ഏറ്റവും ചെലവ് കുറഞ്ഞ സിസ്റ്റത്തിലൂടെ ക്യാഷ്ലെസ് ഇക്കോണമിയിലേക്ക് പോകാനുള്ള മാർഗമുണ്ടോ? അപ്പൊ അത് പറയുന്ന കൂട്ടത്തിൽ ഞാൻ ഒന്നുകൂടി പറഞ്ഞോട്ടെ ലാലെ, ഈ PSC, ഈ എന്താണ് MP-മാര്, നമ്മൾ ഈ MP-മാരെ ഈ എന്താണ് NDA ഗവൺമെന്റ് 2/3 മജോറിറ്റിയോടുകൂടി ഭരണത്തിൽ വരുമ്പോഴും നമുക്ക് 543 MP-മാരുണ്ട്, അതുപോലെ രാജ്യസഭാംഗങ്ങളുണ്ട്. ഇവരെവിടെ പോയിരുന്നു? മോണിറ്ററി പോളിസി കമ്മിറ്റി എന്ന് പറഞ്ഞ ഒരു കമ്മിറ്റി NDA ഗവൺമെന്റ് അവരുടെ രണ്ടാമത്തെ ബജറ്റ് കാലം കൊണ്ട് തന്നെ കരുപിടിപ്പിച്ചപ്പോൾ, ആ MPA കമ്മിറ്റി വന്നപ്പോൾ തന്നെ പല MP-മാരോടും ഞാൻ നേരിട്ട് സംസാരിച്ചിട്ടുണ്ട്. ഇത് റിസർവ് ബാങ്ക് ഓഫ് ഇന്ത്യയെ ദുർബലപ്പെടുത്താനുള്ള മെഷറാണ് എന്ന്. ഇവിടുന്ന് തന്നെ പോയ സമ്പത്ത് MP, അതുപോലെ തന്നെ പ്രേമചന്ദ്രൻ MP, ഇങ്ങനെയുള്ളവരൊക്കെ വളരെ ശക്തമായ രീതിയിൽ ഇക്കാര്യം പാർലമെന്റിൽ ചർച്ച ചെയ്തിരുന്നു. അതായത് പ്രൊഫസർ മേരി ജോർജ് പറഞ്ഞു വരുന്നത്, ഈ റിസർവ് ബാങ്ക് ഓഫ് ഇന്ത്യ ഈ കഴിഞ്ഞ 1-2 വർഷമായി സർക്കാരിന്റെ പ്രവർത്തനങ്ങളുടെ ഫലമായി ദുർബലപ്പെട്ട് വരിക തന്നെയായിരുന്നു എന്നാണോ? തീർച്ചയായിട്ടും ദുർബലപ്പെടുത്താനുള്ള മെഷർ അത് ഈ 1-2 വർഷം കൊണ്ട് മാത്രമല്ല, UPA ഗവൺമെന്റിന്റെ കാലത്ത് തന്നെ ചിദംബരം ഒരു വാർത്താ സമ്മേളനം കഴിഞ്ഞ്, അതായത് രഘുറാം രാജനും അദ്ദേഹവും കൂടി ചേർന്നിട്ടുള്ള ഒരു വാർത്താ സമ്മേളനം കഴിഞ്ഞ് ഇറങ്ങുമ്പോൾ പറയുകയാണ്, അങ്ങനെയാണെങ്കിൽ റിസർവ് ബാങ്കിന്റെ രീതി ഗവൺമെന്റ് രീതി എന്ന് പറഞ്ഞിട്ട് കൈ കഴുകി പോകുന്ന രംഗം ഇപ്പോഴും ഞാൻ ഓർക്കുക. പക്ഷേ റിസർവ് ബാങ്ക് ഓഫ് ഇന്ത്യ ഈ പറഞ്ഞ രീതിയിൽ അവർ പറഞ്ഞത് വിശ്വസിക്കാൻ സാധിക്കയില്ല. പൊതുജനങ്ങളുടെ മുമ്പിൽ പറഞ്ഞത് മാറ്റി പറയേണ്ടി വരുന്നു. 2 മാസം കൊണ്ട് ഈ നോട്ട് നിരോധിച്ച ശേഷം 65ഓളം കാര്യങ്ങൾ മാറ്റിപ്പറഞ്ഞ സാഹചര്യം ഉണ്ടാകുന്നു. ഇപ്പോൾ ഇന്ന് റിസർവ് ബാങ്ക് ഓഫ് ഇന്ത്യയുടെ ഗവർണർ ഈ പബ്ലിക് അക്കൗണ്ട്സ് കമ്മിറ്റിക്ക് മുമ്പാകെ പരിഹാസനായി നിന്നുകൊണ്ട് പറഞ്ഞൊരു കാര്യമുണ്ട്. അതായത് സാമ്പത്തിക വളർച്ചയെ പോലും ഇത് തൽക്കാലം ബാധിച്ചേക്കാം എന്നിപ്പോൾ തുറന്നു പറഞ്ഞിരിക്കുന്നു PSCക്ക് മുമ്പാകെ റിസർവ് ബാങ്ക് ഓഫ് ഇന്ത്യയുടെ ഗവർണർ. ഈ അവസ്ഥ ഇപ്പോഴത്തെ ഈ നോട്ട് പ്രതിസന്ധി മൂലം, നോട്ട് നിയന്ത്രണം മൂലം ഉണ്ടായ ഒരു പ്രതിസന്ധിയാണ്. അപ്പോൾ ആ കാര്യത്തിൽ റിസർവ് ബാങ്ക് നിസ്സഹായരാണ് എന്ന് തന്നെയല്ലേ
ഈ ഇദ്ദേഹം ഓരോ ദിവസത്തെയും പ്രവൃത്തിയിലൂടെ പറഞ്ഞുകൊണ്ടിരിക്കുന്നത്? സഹായം എന്നല്ല ഞാൻ പറഞ്ഞു വരുന്നത്. അതായത് മോണിറ്ററി പോളിസി കമ്മിറ്റിയാണ് ഗവൺമെന്റ് ഓഫ് ഇന്ത്യയുടെ കൂടെ നിന്ന് ഈ തീരുമാനം എടുത്തിട്ടുള്ളത്. ഇപ്പൊ മോണിറ്ററി പോളിസി കമ്മിറ്റിക്കകത്ത് ഗവർണറും അതുപോലെ ഡോക്ടർ മേരി ജോർജ്, അതിനകത്ത് ഒരു സംശയമുണ്ട്. അതായത് ഈ നോട്ട് നിയന്ത്രിച്ചത് ഈ മോണിറ്ററി പോളിസി കമ്മിറ്റി ഒന്നുമല്ല. മോണിറ്ററി പോളിസി കമ്മിറ്റി പോയിട്ട് ഈ ഫിനാൻസ് മന്ത്രി പോലും അറിഞ്ഞിട്ടില്ല, ഈ സർക്കാരിൽ പലരും അറിഞ്ഞിട്ടില്ല. നരേന്ദ്രമോദിയോടൊപ്പം എത്ര പേരുണ്ടായിരുന്നു എന്നുള്ളത് ഇപ്പോഴും ചർച്ചാ വിഷയമാണ്. വിവരാവകാശ രേഖ പ്രകാരം ഈ യോഗത്തിന്റെ മിനിറ്റ്സിനെ കുറിച്ച് റിസർവ് ബാങ്ക് ഓഫ് ഇന്ത്യയുടെ ഗവർണറോട് ചോദിച്ചപ്പോൾ അദ്ദേഹം പറഞ്ഞിരിക്കുന്നത് തല പോകുമെന്നാണ്. അപ്പൊ പിന്നെ എങ്ങനെയാണ് അങ്ങ് ഇത് പറഞ്ഞുകൊണ്ടിരിക്കുന്നത്? അതെ, ഗവർണർ തല പോകുമെന്നൊന്നും പറഞ്ഞിട്ടില്ല, ലാലിന്റെ കയ്യിൽ നിന്നിട്ട് പറയുകയാണ്. ആ വാക്ക് മാറ്റാം. ഇത് എന്താണ് ജീവനെ വരെ ബാധിക്കുന്ന പ്രശ്നമാണ് എന്ന് പറഞ്ഞത് എന്താണ് അങ്ങേക്ക് വിശദീകരിക്കാം? അപ്പൊ ഞാൻ പറഞ്ഞില്ലേ, നേരത്തെ പറഞ്ഞില്ലേ, ഈ മോണിറ്ററി പോളിസി കമ്മിറ്റി എന്ന് പറഞ്ഞ ഒരു കമ്മിറ്റി ഉണ്ടാക്കുമ്പോൾ തന്നെ അതിൽ ഗവൺമെന്റിന്റെ നോമിനീസ് ആണ് കൂടുതൽ വരുന്നത്. റിസർവ് ബാങ്കിൽ നിന്നുള്ള റിസർവ് ബാങ്ക് ഗവർണറും വേറെ 1-2 മെമ്പേഴ്സ് മാത്രമേ ഉള്ളൂ. അപ്പൊ ഈ മെജോറിറ്റി ഉള്ള കമ്മിറ്റിക്ക് തീരുമാനിക്കാം എന്ത് വേണം. ഒരു പക്ഷേ അത് എന്തായാലും ഡോക്ടർ മേരി ജോർജ്, ഈ നോട്ട് നിയന്ത്രണവുമായി അതിന് യാതൊരു ബന്ധവും ഇല്ല. ആ കാര്യത്തിൽ അങ്ങേക്ക് ഒരു തെളിവും ഇപ്പോൾ നിരത്താനുമില്ല. കാരണം നവംബർ 8 നടന്ന നോട്ട് നിയന്ത്രണത്തിൽ മോണിറ്ററി പോളിസി കമ്മിറ്റിയെ വലിച്ചഴിക്കേണ്ട കാര്യമില്ല. റിസർവ് ബാങ്ക് ഓഫ് ഇന്ത്യ പണ്ടേ ദുർബല, ഇപ്പോൾ ഗർഭിണി, ഇതാണ് പറഞ്ഞു വരുന്നത് താങ്കൾ. റിസർവ് ബാങ്ക് ഓഫ് ഇന്ത്യ ഒരിക്കലും ദുർബലമായിരുന്നില്ല. ശരി, അപ്പൊ അങ്ങനെയാണെങ്കിൽ അങ്ങ് പറഞ്ഞു വരുന്നത് ഇപ്പോഴാണ് ഏറ്റവും ദുർബലമായത്. അത് ഈ നോട്ട് നിയന്ത്രണത്തോടു കൂടി വളരെ പുറത്തേക്ക് വന്നിരിക്കുന്നു. ഇത് തന്നെയാണല്ലോ ഇപ്പോഴും റിസർവ് ബാങ്ക് ഓഫ് ഇന്ത്യയോ അല്ലെങ്കിൽ ഗവൺമെന്റ് ഓഫ് ഇന്ത്യയോ ദുർബലം എന്നല്ല ഞാൻ പറയുന്നത്. ഗവൺമെന്റ് ഓഫ് ഇന്ത്യ ഞാൻ പറഞ്ഞില്ല, ഇപ്പോൾ റിസർവ് ബാങ്ക് ഓഫ് ഇന്ത്യയുടെ ഈ അവസ്ഥയാണ്. ദുർബലം എന്ന് പറഞ്ഞില്ല, ദുർബലപ്പെടുത്താനുള്ള ശ്രമങ്ങൾ ആര് നടത്തുന്നു? ഗവൺമെന്റ് ഓഫ് ഇന്ത്യ നടത്തുന്നു. ഗവൺമെന്റ് ഓഫ് ഇന്ത്യ നടത്തുന്നു. ഇത്രയും കാലം ഈ നോട്ട് നിയന്ത്രണത്തെ വളരെയധികം പുകഴ്ത്തി പറഞ്ഞുകൊണ്ടിരുന്ന ഡോക്ടർ മേരി ജോർജ് ആണ് ഇപ്പോൾ ഈ ചർച്ചയിൽ പറയുന്നത് ഗവൺമെന്റ് ഓഫ് ഇന്ത്യ, റിസർവ് ബാങ്ക് ഓഫ് ഇന്ത്യ ഈ നോട്ട് നിയന്ത്രണത്തിൽ അപ്രസക്തമാക്കിക്കൊണ്ട് അതിനെ ദുർബലപ്പെടുത്തുന്നു എന്ന് പറയാൻ സമ്മതിക്കുക. അതായത് ഗവൺമെന്റ് ഓഫ് ഇന്ത്യ ഇങ്ങനെ ഒരു തീരുമാനം എടുത്തപ്പോൾ റിസർവ് ബാങ്ക് ഓഫ് ഇന്ത്യക്ക് മാത്രം വിട്ടിരുന്നെങ്കിൽ, അതായത് നേരത്തെ റിസർവ് ബാങ്ക് ഓഫ് ഇന്ത്യയുടെ അവസ്ഥയ്ക്ക് വിട്ടിരുന്നെങ്കിൽ റിസർവ് ബാങ്ക് ഓഫ് ഇന്ത്യ ഒരു തീരുമാനം എടുക്കാൻ സാധ്യതയില്ലായിരുന്നു. അതായത് ഇപ്പോൾ റിസർവ് ബാങ്ക് ഓഫ് ഇന്ത്യയെ കൈകാര്യം ചെയ്തതിൽ പിഴവ് വന്നിട്ടുണ്ട്. നോട്ട് നിയന്ത്രണത്തിന്റെ കാര്യം നിർത്തി എന്നാ ഞാൻ പറയുന്നത്. ഗവൺമെന്റ് ഓഫ് ഇന്ത്യ ആഗ്രഹിക്കുന്ന രീതിയിൽ റിസർവ് ബാങ്ക് ഓഫ് ഇന്ത്യയെ വരുതിയിൽ നിർത്തി. പക്ഷെ അതുകൊണ്ടല്ലേ ഈ കാര്യത്തിൽ ഈ നടപടി തെറ്റെന്നല്ല ഞാൻ പറയുന്നത്. ശരി, ഞാൻ തിരിച്ചു വരാം. ഡോക്ടർ കെ എൻ ഹരിലാൽ, താങ്കൾ ലൈനിലുണ്ടോ? ഡോക്ടർ കെ എൻ ഹരിലാലിലേക്ക് വരാം. ഡോക്ടർ ബി എ പ്രകാശ്, ഈ റിസർവ് ബാങ്ക് ഓഫ് ഇന്ത്യയെ വരുതിയിൽ നിർത്തിക്കൊണ്ട് ആരൊക്കെയോ ഇവിടുത്തെ മോണിറ്ററി പോളിസി ഈ രീതിയിലേക്ക് ആക്കി മാറ്റി എന്ന് പറയുമ്പോൾ റിസർവ് ബാങ്ക് ഓഫ് ഇന്ത്യയാണോ ഇനിയിപ്പോൾ ഉത്തരം പറയേണ്ടത്? PSC മുമ്പിൽ വന്നു നിന്ന് റിസർവ് ബാങ്ക് ഓഫ് ഇന്ത്യ ഇങ്ങനെ ഓരോ ദിവസവും ഇങ്ങനെ പരിഹാസ്യമാകുന്നു. കഴിഞ്ഞ ദിവസം ഡോക്ടർ മൻമോഹൻ സിംഗ് തന്നെയാണ് ഊർജിത് പട്ടേലിനെ രക്ഷപ്പെടുത്തിയത്. ഇങ്ങനെ ഒരു ഗവർണർ, ഞാനും ആ സ്ഥാനത്ത് ഇരുന്നിട്ടുള്ള ആളാണ്, ഇതിന് ഈ ഗവർണറുടെ പദവിയെ ഇങ്ങനെ പരിഹാസ്യമാക്കേണ്ടതല്ല, അതുകൊണ്ട് അങ്ങ് ഉത്തരം പറയേണ്ടത് ഇത് ചെയ്തവരാണ് എന്ന് ഡോക്ടർ മൻമോഹൻ സിംഗ് തന്നെ പറഞ്ഞതാണ്. അപ്പോൾ ആ നിലയിലേക്ക് ഇപ്പോൾ ഡോക്ടർ മേരി ജോർജ് പറഞ്ഞതും വായിച്ചെടുക്കേണ്ടി വരുമ്പോൾ മനസ്സിലാകുന്നത് എന്താണ്? ഗവൺമെന്റ് ഓഫ് ഇന്ത്യയുടെ മോണിറ്ററി പോളിസി, ഡിമോണിറ്റൈസേഷൻ പോളിസി അമ്പേ പരാജയം എന്ന് തന്നെയല്ലേ? എന്ന് ഞാൻ പറഞ്ഞിട്ടില്ല, വാക്ക് പറഞ്ഞില്ല. അതായത് ഇപ്പോൾ നമ്മുടെ നാട്ടിലെ പിന്നെ മോണിറ്ററി പോളിസിയും അതോടൊപ്പം തന്നെ കറൻസി പ്രിൻറ്റിങ്ങും ഈ ബാങ്കുകളുടെ റെഗുലേഷനും മറ്റു കാര്യങ്ങളെല്ലാം നിയന്ത്രിക്കാനായിട്ട് നിയമപരമായിട്ടുള്ള അധികാരമുള്ള ഒരു സ്ഥാപനമാണ് റിസർവ് ബാങ്ക്. ആ റിസർവ് ബാങ്ക് വളരെ കാര്യക്ഷമമായി പ്രവർത്തിച്ചുകൊണ്ടിരുന്ന ഒരു ചരിത്രമാണ് നമുക്കുള്ളത്. പക്ഷേ ഇന്നിപ്പോൾ എന്താണ് റിസർവ് ബാങ്കിൻ്റെ സ്ഥിതി? റിസർവ് ബാങ്ക് തീരുമാനം എടുക്കുന്നതിന് പകരം റിസർവ് ബാങ്ക് കാഴ്ചക്കാരനെ പോലെ നോക്കി നിൽക്കുന്നു എന്നുള്ളൊരവസ്ഥ. അതായത് ഈ നടപടി സ്വീകരിച്ചു കഴിഞ്ഞ ആദ്യത്തെ 1 മാസം റിസർവ് ബാങ്കിൻ്റെ ഗവർണർ ഒരു അക്ഷരം പോലും പറയാൻ ധൈര്യപ്പെട്ടില്ല എന്നുള്ളതാണ്. എന്ന് പറയുമ്പോൾ റിസർവ് ബാങ്ക് ഒരു കാഴ്ചക്കാരനെ പോലെ നിൽക്കുന്നു. അല്ലെങ്കിൽ വേറൊരു തരത്തിൽ പറഞ്ഞു കഴിഞ്ഞാൽ റിസർവ് ബാങ്ക് എന്നുള്ള സ്ഥാപനം അതൊരു പ്രധാനപ്പെട്ട ഒരു സ്ഥാപനമായിരുന്നു. അത് തീരെ വളരെ മോശപ്പെട്ട ഒരു അവസ്ഥയിലേക്ക്, അല്ലെങ്കിൽ വളരെ പരിതാപകരമായ ഒരു അവസ്ഥയിലേക്ക്, കാഴ്ചക്കാരൻ്റെ ഒരു റോഡിൽ നോക്കി നിൽക്കുന്നതിൻ്റെ ഒരു റോളിലേക്ക് അധപ്പതിച്ചു എന്നുള്ള ഒരു മാറ്റമാണ് ഇവിടെ ഉണ്ടാകുന്നത്. ഡോക്ടർ ബി എ പ്രകാശ്, അതായത് റിസർവ് ബാങ്ക് ഓഫ് ഇന്ത്യയുടെ ഗവർണർ ഈ ജീവന് ഭീഷണി ഉണ്ടാകുന്ന ചില കാരണങ്ങളാൽ ചില കാര്യങ്ങൾ പുറത്തു പറയാൻ പറ്റില്ല എന്നുള്ള വാർത്ത താങ്കൾ ശ്രദ്ധിച്ചു കാണും. ആരുടെ ജീവന്റെ കാര്യമായിട്ടാണ് താങ്കൾക്ക് തോന്നിയത്? അല്ലല്ല, അതായത് ഒരു സ്ഥാപനം എന്നുള്ള നിലയ്ക്ക്, അതായത് നമ്മൾ 10-70 വർഷമായിട്ട് ഇന്ത്യയിൽ നമ്മുടെ മോണിറ്ററി രംഗവും കറൻസി രംഗവും ബാങ്കിങ് റെഗുലേഷനും ഒരുവിധം ഭംഗിയായിട്ട് നടത്തിക്കൊണ്ടിരുന്ന ഒരു സ്ഥാപനമാണ് റിസർവ് ബാങ്ക്. ആ റിസർവ് ബാങ്കിന് സ്വതന്ത്രമായിട്ട് തീരുമാനം എടുക്കാനായിട്ടുള്ള അധികാരവും ഉണ്ടായിരുന്നു. പക്ഷേ ഇപ്പോൾ എന്താണ് സംഭവിച്ചത്? അതാ ഞാൻ പറഞ്ഞത്, റിസർവ് ബാങ്ക് എന്ന് പറഞ്ഞ ഒരു സ്ഥാപനം,
അതിൻ്റെ സ്റ്റാറ്റസ് അല്ലെങ്കിൽ അതിൻ്റെ പവർ, അതിൻ്റെ ഫങ്ഷനിങ് അത് ദുർബലപ്പെടുത്തിയിട്ട് ആ സ്ഥാപനം തന്നെ ഇല്ലാതാക്കുന്ന ലെവലിലേക്ക് പോയി ആ റിസർവ് ബാങ്ക് ഒരു കാഴ്ചക്കാരൻ്റെ റോളിൽ നിൽക്കുന്നു. ഇതൊരു ഒറ്റപ്പെട്ട സംഭവമല്ല. നേരത്തെ ഈ പുതിയ ഗവൺമെൻറ് ഇവിടെ വന്നപ്പോൾ പ്ലാനിംഗ് കമ്മീഷൻ എന്നുള്ള സ്ഥാപനം, അതായത് രാജ്യത്തിൻ്റെ എല്ലാ സ്റ്റേറ്റിനും വികസനത്തിന് വേണ്ടിയുള്ള ഗ്രാൻഡ് ചില മാനദണ്ഡങ്ങളുടെ അടിസ്ഥാനത്തിൽ വിതരണം ചെയ്യാനായിട്ടുള്ള ഒരു സുപ്രധാനമായിട്ടുള്ള ഒരു സ്ഥാപനമായിരുന്നു പ്ലാനിംഗ് കമ്മീഷൻ. അപ്പോൾ ആ പ്ലാനിംഗ് കമ്മീഷൻ്റെ ആ ഫംഗ്ഷൻ മാറ്റിയിട്ട് അത് ഫൈനാൻസ് മിനിസ്ട്രി ടേക്ക് ഓവർ ചെയ്തു, അതും ഗവൺമെൻറ്റിലേക്ക് ടേക്ക് ഓവർ ചെയ്തു. കാരണം പ്ലാനിംഗ് കമ്മീഷൻ ഞങ്ങൾ പറഞ്ഞു ചിലപ്പോൾ അതനുസരിച്ച് നിൽക്കില്ല, അല്ലെങ്കിൽ അവർ കുറേ സ്വതന്ത്രമായിട്ട് പോകുന്നു എന്നുള്ള നിലയിൽ. അപ്പോൾ നമ്മുടെ നാട്ടിൽ വളരെ സുപ്രധാനമായിരുന്ന അല്ലെങ്കിൽ രാജ്യത്തിൻ്റെ വികസനത്തിനും അതോടൊപ്പം തന്നെ പ്ലാൻ ഫണ്ടിൻ്റെ ഡിസ്ട്രിബ്യൂഷനും വ്യക്തമായിട്ടുള്ള മാനദണ്ഡങ്ങളുടെ അടിസ്ഥാനത്തിൽ കൊടുത്തുകൊണ്ടിരുന്ന പ്ലാനിംഗ് കമ്മീഷൻ നമ്മൾ ഇല്ലാതാക്കി. ഇപ്പോൾ എന്താണ്, റിസർവ് ബാങ്കിനെ ഇല്ലാതായിക്കൊണ്ടിരിക്കുന്ന ഒരു രീതിയല്ലേ ഇവിടെ നമ്മുടെ നാട്ടിൽ നടന്നുകൊണ്ടിരിക്കുന്നു എന്ന് നമ്മൾ ഈ സംഭവങ്ങളെല്ലാം നോക്കുമ്പോൾ നമ്മൾ ആ തരത്തിൽ നമുക്ക് ചിന്തിക്കേണ്ട ഒരു അവസ്ഥയിലേക്ക് നീങ്ങുന്നു എന്നുള്ളതാണ്. യെസ്, ഞാൻ തിരിച്ചു വരാം. ഇപ്പോൾ ഡോക്ടർ കെ എൻ ഹർലാലും ടെലിഫോൺ ലൈനിലുണ്ട്. ഡോക്ടർ കെ എൻ ഹർലാൽ, ഡോക്ടർ കെ എൻ ഹർലാൽ, ഇപ്പോൾ പ്രൊഫസർ മേരി ജോർജ് വീണ്ടും പറയുന്നത് ഈ റിസർവ് ബാങ്ക് ഓഫ് ഇന്ത്യയുടെ ഗവർണറുടെ പദവി അല്ലെങ്കിൽ റിസർവ് ബാങ്ക് ഓഫ് ഇന്ത്യയുടെ പദവി തന്നെ ഈ സർക്കാരിൻ്റെ പല നടപടികൾ മൂലം അതിന് ദുർബലതയുണ്ടായിട്ടുണ്ട്, അതിൻ്റെ മാന്യത കുറഞ്ഞിട്ടുണ്ട്. പക്ഷെ അത് ഈ സർക്കാർ അങ്ങനെ ചെയ്തു. പക്ഷേ റിസർവ് ബാങ്ക് ഓഫ് ഇന്ത്യ ഈ പറയുന്ന കാര്യങ്ങൾക്ക് ഉത്തരവാദിയല്ല, ഗവൺമെന്റിനെയാണ് അതിന് കുറ്റപ്പെടുത്തേണ്ടത് എന്നാണ്. പക്ഷെ അതേസമയം തന്നെ പറയുന്നു ഡിമോണിറ്റൈസേഷൻ പോളിസി ശക്തമാണ് എന്നും. എങ്ങനെ വായിച്ചെടുക്കാൻ പറ്റും ഇതിനെ? അല്ല, ഇത്തരം സാങ്കേതികതകളിലേക്ക് പോയിട്ട് കാര്യമില്ല. ഇന്ത്യയെ സംബന്ധിച്ചിടത്തോളം, ഇന്ത്യയിലെ ജനങ്ങളെ സംബന്ധിച്ചിടത്തോളം ഇപ്പോ അവര് വലിയ ദുരിതത്തിലാണ്. ഇന്ത്യൻ സമ്പദ്ഘടന ഒരു വലിയ ക്രൈസിസിലൂടെ കടന്നു പോകുന്നു. അതിന്റെ പ്രധാനപ്പെട്ട കാരണം ഈ ഡിമോണിറ്റൈസേഷൻ നടപടിയാണ്. ഡിമോണിറ്റൈസേഷൻ നടപടി എടുക്കുമ്പോൾ ഒരു തരത്തിലുള്ള മുൻകരുതലുമില്ലാതെ ഒരു മഹാരാജ്യത്തിന്റെ ഭരണാധികാരികൾ, ഒരുപാട് പാരമ്പര്യമുള്ള റിസർവ് ബാങ്ക് ഓഫ് ഇന്ത്യ എന്ന് പറയുന്നത് ലോകത്തെ തന്നെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു സെൻട്രൽ ബാങ്ക്, അതൊക്കെ ഉണ്ടായിട്ടും യാതൊരു തയ്യാറെടുപ്പും ഇല്ലാതെ, ഒരു ഉത്തരവാദിത്വവും ഇല്ലാതെ ഒരു നടപടിയിലേക്ക് പോയതിന്റെ ഫലമായിട്ട് രാജ്യം വലിയ പ്രതിസന്ധിയിൽ ആണ്. ജനങ്ങളുടെ ജീവിതം അപകടപ്പെട്ടിരിക്കുന്നു. ഈ സന്ദർഭത്തിൽ ഈ സാങ്കേതികതകളിലേക്ക് പോയിട്ട് തർക്കിച്ചിട്ട് എന്താ കാര്യം? ഊർജിത് പട്ടേലിനെ നേരത്തെ കൺസൾട്ട് ചെയ്തിരുന്നോ? റിസർവ് ബാങ്ക് ഓഫ് ഇന്ത്യയുടെ ഓട്ടോണമിയെ വയലേറ്റ് ചെയ്തോ? ഇത്തരം ചോദ്യങ്ങളൊക്കെ സാങ്കേതികമായി പ്രസക്തിയുള്ള കാര്യമാണ്. പക്ഷെ ഇന്നത്തെ അവസ്ഥയിൽ ഈ ചർച്ചയ്ക്കൊന്നും വലിയ പ്രാധാന്യമില്ല. ഈ ഓട്ടോണോമി ഒന്നും ഇവർ കൊടുക്കുന്നില്ല റിസർവ് ബാങ്ക് ഓഫ് ഇന്ത്യക്ക്. അതുകൊണ്ടാണല്ലോ ഈ തരത്തിലുള്ള നടപടി പെട്ടെന്ന് വന്നത്. ഇനിയും റിസർവ് ബാങ്ക് ഓഫ് ഇന്ത്യയെ ചേർത്തുകൊണ്ടാണ്, അവരോട് ആലോചിച്ചിട്ടാണ് ഈ നടപടി എടുത്തതെങ്കിലും എങ്ങനെയാണെങ്കിലും ഇത് രാജ്യദ്രോഹകരമായി പോയി. മുൻകരുതലുകളില്ലാതെ, യാതൊരു ഉത്തരവാദിത്വവുമില്ലാതെ, ഒരു വലിയ മഹാരാജ്യത്തെയാണ് ഭരിക്കുന്നത് എന്നുള്ള ബോധ്യമില്ലാതെ ഈ നടപടിയിലേക്ക് പോയത് എങ്ങനെ? അതിന് ഇനി സാങ്കേതികതയൊന്നും പ്രശ്നമില്ല. ഇനിയുള്ളത് ഈ പ്രശ്നം പരിഹരിക്കുന്നതിന് ആവശ്യമായ നടപടികൾ എടുക്കുക. അതിനാദ്യം വേണ്ടത് ഈ നടപടി തെറ്റായി പോയി, അത് പരിഹരിക്കാനുള്ള വഴി എന്താണ് എന്നുള്ളത് ജനങ്ങളോട് ചേർന്ന്, പ്രതിപക്ഷത്തോട് ചേർന്ന്, സംസ്ഥാന ഗവൺമെന്റുകളോട് ചേർന്ന് അത് പരിഹരിക്കുന്നതിനുള്ള മാർഗം അന്വേഷിക്കുക. ഡോക്ടർ കെ എൻ ഹരിലാൽ, പക്ഷേ ഈ കാര്യങ്ങളുടെ നിജസ്ഥിതി എന്താണ്? ഇന്ന് ഇന്ത്യയുടെ സമ്പദ്ഘടന എങ്ങനെ മുന്നോട്ട് പോകുന്നു ഈ നടപടി മൂലം? ഇതൊക്കെ ഇപ്പോൾ പബ്ലിക് അക്കൗണ്ട്സ് കമ്മിറ്റി ഉൾപ്പെടെ അന്വേഷിക്കുന്നത് റിസർവ് ബാങ്ക് ഓഫ് ഇന്ത്യയുടെ ഗവർണറോടാണ്. ആ പദവിക്ക് വലിയ വിലയില്ല എന്നും അത് ഗവൺമെന്റ് ഓഫ് ഇന്ത്യയാണ് ഇപ്പോൾ എല്ലാ കാര്യങ്ങളും ചെയ്യുന്നത് എന്നും പറയുന്നു. അപ്പോൾ ഇത് ആരാണ് ഉത്തരം പറയേണ്ടത് എന്നുള്ളതിനെ കുറിച്ച് കൃത്യമായി നമുക്ക് അറിയേണ്ടതുണ്ടല്ലോ. ആരാണ് കൃത്യമായി ഉത്തരം പറയേണ്ടത്? അപ്പോൾ തീർച്ചയായിട്ടും ഇന്ത്യയുടെ സെൻട്രൽ ബാങ്കിന്റെ ലോകത്തെ തന്നെ ഏറ്റവും പഴക്കുന്ന ഒരു പ്രധാനപ്പെട്ട സെൻട്രൽ ബാങ്ക് ആയിട്ടുള്ള റിസർവ് ബാങ്ക് ഓഫ് ഇന്ത്യ, അത് RBIക്ക് ഇത്തരം കാര്യങ്ങൾ കൃത്യമായി നടത്തി വന്ന ഒരു വലിയ പാരമ്പര്യമുണ്ട്. ആ പാരമ്പര്യമുള്ള RBIയുടെ ഗവർണറോട് ഇന്ത്യയുടെ പാർലമെന്റിന്റെ സമിതി ചോദ്യം ചോദിക്കുന്നതിൽ തെറ്റില്ല. അദ്ദേഹം ഉത്തരം പറയാൻ ബാധ്യസ്ഥരാണ്. അതുപോലെ തന്നെ ഇന്ത്യയുടെ ധനകാര്യമന്ത്രി ഉത്തരം പറയാൻ ബാധ്യസ്ഥനാണ്. ഇന്ത്യയുടെ പ്രധാനമന്ത്രി ഉത്തരം പറയാൻ ബാധ്യസ്ഥനാണ്. ഇത് യഥാർത്ഥത്തിൽ ഉത്തരം പറയാൻ ആർക്കാണ് ബാധ്യത എന്നുള്ളതല്ലല്ലോ ഒരു പ്രധാനപ്പെട്ട പ്രശ്നം. ഇന്നത്തെ അവസ്ഥയിൽ ഈ ഏജൻസികളെല്ലാം തന്നെ രാജ്യത്തെ ജനങ്ങളോട് ബാധ്യതയുള്ളവരാണ്. രാജ്യത്തെ ജനങ്ങളോട് ഉത്തരം പറയാൻ ഇവർക്കെല്ലാവർക്കും ബാധ്യതയുണ്ട്. അവർ തമ്മിൽ എന്തെങ്കിലും കാര്യങ്ങൾ സെറ്റിൽ ചെയ്യണമെങ്കിൽ അവർ തമ്മിൽ സെറ്റിൽ ചെയ്യട്ടെ.
ഇത് ഇത് ഈ ഇത്തരം സാങ്കേതികതകളെക്കാൾ ഉപരി ഇന്ന് ഈ എമർജൻസി സിറ്റുവേഷൻ ഈ രാജ്യത്തെ ഈ അവസ്ഥയിൽ നിന്ന് രക്ഷിക്കാൻ ഇനി എന്താണ് വേണ്ടതെന്നാണ് ആലോചിക്കുന്നത്. യഥാർത്ഥത്തിൽ ഈ നടപടി ഒരു മുൻകരുതലുമില്ലാതെ ഈ നടപടി എടുത്തത് ഒരു വലിയ തെറ്റായെങ്കിൽ അതിനേക്കാളും വലിയ തെറ്റാണ് ഇപ്പൊ ചെയ്തുകൊണ്ടിരിക്കുന്നത്. എന്ത്, രാജ്യത്ത് പ്രതിസന്ധിയില്ല, പ്രശ്നം ഉടനെ പരിഹരിക്കും, അടുത്ത ആഴ്ച പരിഹരിക്കും എന്നുള്ള മട്ടിലുള്ള വീണ്ടും ഉത്തരവാദിത്വമില്ലാത്ത പ്രതികരണം. ഒരു തെറ്റ് ചെയ്തു, അബദ്ധമായി പോയി, ആ അബദ്ധമായി പോയി എന്ന് പറഞ്ഞുകൊണ്ട് അതിനെ തിരുത്തുന്നതിനാവശ്യമായ നടപടി എടുക്കുന്നതിന് കഴിയുന്നില്ല. തെറ്റ് സമ്മതിച്ചെങ്കിലല്ലേ ഉള്ളൂ, ശരിയായ രോഗം എന്താണെന്ന് സമ്മതിച്ചെങ്കിലല്ലേ ഉള്ളൂ പരിഹാരം. അതിനു പകരം ക്യാഷ്ലെസ് എക്കണോമിയിലേക്ക് പോകാം, അതുപോലെ തന്നെ അവിടെ ഇവിടെ റെയ്ഡ് ചെയ്യാം. ഇത്തരം കാര്യങ്ങൾ കൊണ്ടൊന്നും പ്രശ്നം പരിഹരിക്കുന്നില്ല. ഇന്ത്യയിലെ ജനങ്ങൾ ഒന്നാകെ പറയുന്നുണ്ട്, കള്ളപ്പണം എവിടെയാണെങ്കിലും അത് കണ്ടുപിടിക്കൂ, വ്യാജപ്പണം എവിടെയാണെങ്കിലും കണ്ടുപിടിക്കൂ. അതൊക്കെ നിങ്ങളൊരു ഭാഗത്ത് ചെയ്യും. പക്ഷെ അതൊന്നും നാണയം കറൻസി ജനങ്ങളുടെ കയ്യിൽ എത്തിക്കുന്നതിന് തടസ്സമല്ലല്ലോ സുഹൃത്തെ. ഇപ്പോ 2 മാസമായില്ലേ, കറൻസി ജനങ്ങളുടെ കയ്യിൽ എത്തിക്കൂ. അതിനിടയിൽ കള്ളപ്പണത്തിനെതിരായിട്ട് നടപടിയെല്ലാം എടുക്ക്. ശരി. അപ്പൊ അതിനിടയിൽ ഇത്തരം ചർച്ചകൾ, അതായത് പിന്നെ ആരാണ് ഉത്തരവാദി, അതുപോലെ തന്നെ കള്ളപ്പണത്തിനെതിരായിട്ടുള്ള വലിയ നീക്കം, ഇങ്ങനെയൊക്കെയുള്ള, അതുപോലെ തന്നെ കാഷ്ലെസ് എക്കണോമി, ഇങ്ങനെയുള്ള ചില മറകൾക്ക് പിറകിൽ എത്ര കാലം ഈ രാജ്യത്തിന് ഒളിച്ചിരിക്കാൻ പറ്റും? ശരി, ഡോക്ടർ മേരി ജോർജ്, അതാണ് വളരെ പ്രധാനപ്പെട്ട ചോദ്യം. അതായത് നമ്മൾ ഈ സാങ്കേതികത്വം പറഞ്ഞിട്ട് കാര്യമില്ല, ആരാണ് വലിയ പദവി, ആരാണ് ദുർബലപ്പെടുത്തിയത്, ഇതല്ല നമ്മുടെ പ്രശ്നം. കാഷ്ലെസ് എക്കോണമിയാണ്, അതിലേക്ക് പോകാൻ ശ്രമിക്കുന്നു, കള്ളപ്പണം പിടിക്കാനാണ് എന്ന് പറഞ്ഞ് ഇങ്ങനെ ഒരു മാജിക് ലാൻഡിലേക്ക് കൊണ്ടുപോയിട്ട് കാര്യമില്ല. ഇവിടെ ഇപ്പോൾ അറിയേണ്ടത് ഇന്ന് ഊർജിത് പട്ടേലിനോട് ചോദിച്ച ആ ചോദ്യത്തിന്റെ ഉത്തരം തന്നെയാണ്. ഇപ്പോൾ ഡോക്ടർ ഹരിലാലും ഡോക്ടർ പ്രകാശും പറഞ്ഞതും അതുതന്നെയാണ്. ഇന്ത്യൻ സാമ്പത്തിക വ്യവസ്ഥ ഉടൻ സാധാരണ നിലയിലാകുമോ? ആകുമെന്ന് ശ്രീ ഊർജിത് പട്ടേൽ പറയുന്നു. അങ്ങയുടെ മുമ്പിൽ കണക്കുണ്ടോ? എന്റെ മുൻപിൽ തീർച്ചയായിട്ടും കണക്കില്ല. കാരണം ഞാൻ ഉർജിത് പട്ടേൽ അല്ല, ഞാൻ നരേന്ദ്രമോദി അല്ല, ഞാൻ ജെയ്റ്റ്ലിയും അല്ല. പക്ഷേ ഇത് പഠിക്കുന്ന ഒരു സാമ്പത്തിക വിദഗ്ധയാണ്, ഇതിനെ പിന്തുണയ്ക്കുന്ന സാമ്പത്തിക വിദഗ്ധ എന്ന് ഞാൻ വീണ്ടും പറയും. അതുകൊണ്ട് ഞാൻ ഇപ്പോഴും പറയുകയാണ്, അതായത് ഈ ബജറ്റ് വരെ നിങ്ങൾ വെയിറ്റ് ചെയ്യുക. ഈ ഫെബ്രുവരി അതെങ്ങനെ വെയിറ്റ് ചെയ്യും? നിങ്ങൾക്കത് പറയാൻ അറിയില്ലെങ്കിൽ ഒരു സാമ്പത്തിക വിദഗ്ധ നമുക്ക് കാലാവസ്ഥ വരുന്ന മഴ പെയ്യുമോ എന്ന് നോക്കാം എന്നാണോ പറയേണ്ടത്? ഇത് ഇങ്ങനെയാണ് ചെയ്തതെങ്കിൽ അതിന്റെ ഇഫക്ട് ഇതാണ് ഫോർമുല, ഇതാണ് ഇക്വേഷൻ, ഇതാണ് സിദ്ധാന്തം, ഇതാണ് നമ്മുടെ ധനപണ്ഡിതന്മാർ പറഞ്ഞിട്ടുള്ളത് എന്ന് നിങ്ങൾ ജനങ്ങളോട് പറയൂ. അത് തന്നെ ഞാൻ പറയാൻ പോവുകയാണ്. അതായത് ഇവിടെ ഓൾ ഇന്ത്യ തലത്തിൽ ഒരു മാന്യ അവസ്ഥ ഉണ്ടായിട്ടുണ്ട്. അതിന്റെ തെളിവാണ് ഉപഭോക്തൃ വില നിലവാരം 3.6 നിൽക്കുന്നു എന്നുള്ളത്. അത് വളരെ കൃത്യമായ തെളിവാണ്. ഈ ഉപഭോക്തൃ വില 3.36 നിന്ന് ഉയരണമെങ്കിൽ ഡോക്ടർ മേരി ജോർജ്, ഇത് സാധാരണക്കാരന്റെ പട്ടിണി പാവത്തിന്റെ റോഡിൽ നിൽക്കുന്നവന്റെ കഥയാണ്. നേരത്തെ 9 ലക്ഷത്തി ചില്ലറ നോട്ടിന്റെ കാര്യം പറഞ്ഞു. ആ നോട്ടിന്റെ കഥയും അങ്ങ് ഈ ഗ്രാഫിലൂടെ കാണിക്കുമായിരിക്കും, ഈ ശതമാനത്തിന്റെ കണക്കിൽ പറയുമായിരിക്കും. 60% അങ്ങ് പറഞ്ഞു. എന്റെ ചോദ്യം കേൾക്കൂ ഡോക്ടർ മേരി ജോർജ്. അതായത് ഈ പണം ഒന്നും സാധാരണക്കാരന്റെ കയ്യിലേക്ക് വരുന്നില്ല. 2000 അട്ടിയട്ടിയായി എവിടെയോ കള്ളപ്പണമായി വീണ്ടും വരുന്നു. അത് സാധാരണക്കാരന്റെ കയ്യിൽ നിന്ന് പോയ 500-ഉം 1000-ഉമായിട്ട് അവന്റെ കയ്യിലേക്ക് തിരിച്ചെത്തുന്നില്ല. ഇപ്പോൾ പറഞ്ഞ 3 എന്ന് പറയുന്ന ഈ കണക്കുകളൊക്കെ ഉണ്ടല്ലോ, അവിടെ അറിയേണ്ടത് ഒന്നേ ഉള്ളൂ, സാധാരണക്കാരന്റെ നേരത്തെ ഉണ്ടായിരുന്ന സാമ്പത്തിക ക്രയവിക്രയത്തിന്റെ ഒരു ഡൈനാമിസം വീണ്ടും തിരിച്ചു വരാൻ എത്ര നാൾ? ലാലെ, ഞാൻ പറയുകയാണ്, ഒരു ഇക്കോണമിയുടെ ലൂബ്രിക്കന്റ് ആണ് പണം എന്ന് പറയുന്നത്. ആ പണമാണ് ഗവൺമെന്റ് ഓഫ് ഇന്ത്യ ഡിമോണിറ്റൈസേഷൻ വഴി എടുത്തുകൊണ്ടുപോയത്. അതാണ് ഇപ്പൊ തിരിച്ചു വന്നുകൊണ്ടിരിക്കുന്നു. 74% എത്തിയിരിക്കുന്നു. എവിടെ കൂടെ തിരിച്ചു വന്നു? 74 ഈ ഗവർണർ പറയുന്നത് പോലും പറയുന്നത് വിശ്വസിക്കാനല്ലാതെ എങ്ങനെ എണ്ണി തിട്ടപ്പെടുത്താത്തയാൾ, ഇതുവരെ എത്ര പണം ബാങ്കിലേക്ക് വന്നു എണ്ണി തിട്ടപ്പെടുത്താത്തയാൾ തിരിച്ചിറങ്ങിയത് എങ്ങനെ എണ്ണി? തിരിച്ചിറങ്ങിയത് അവർക്ക് കൃത്യമായിട്ട് കണക്കുണ്ട്. കാരണം അത് പുതുതായിട്ട് അടിച്ചിറക്കിയ കറൻസി ആയിരുന്നു. അതൊക്കെ ജനങ്ങളുടെ കയ്യിൽ എത്തിയോ എന്ന് അദ്ദേഹത്തിന് ഉറപ്പുണ്ടോ? എണ്ണിയതെല്ലാം വീട്ടിലിരിക്കുകയായിരിക്കും, അല്ലെ പ്രസിലിരിക്കുകയായിരിക്കും. 1,25,00,000 ജനങ്ങളുടെ വീട്ടിൽ പോയിട്ട് നിന്റെ കയ്യിൽ പൈസ കിട്ടിയോ എന്ന് ചോദിക്കാൻ ഉർജിത് പട്ടേലിന് തീർച്ചയായിട്ടും സാഹചര്യം. പക്ഷെ അദ്ദേഹം പറയണ്ടേ, അദ്ദേഹം അതിന്റെ ഈ ഓരോരുത്തരുടെയും വീട്ടിലിരിക്കുന്ന കള്ളപ്പണം കണ്ടുപിടിക്കാനുള്ള മെക്കാനിസം ഉണ്ട് എന്ന് പറഞ്ഞ ആളല്ലേ? അല്ല, ഉണ്ട് എന്ന് പറഞ്ഞ ആളാണ്. അതാണ് ഇപ്പോൾ വീണ്ടും എണ്ണി തിട്ടപ്പെടുത്തിക്കൊണ്ടിരിക്കുന്നത്. ഇൻകം ടാക്സുകാർ റെയ്ഡ് നടത്തിക്കൊണ്ടിരിക്കുന്നതൊക്കെ അതൊക്കെ മുൻപുമുണ്ട്. ഇൻകം ടാക്സ് വെട്ടിക്കുന്ന ആളുകളെ പിടിക്കാനുള്ള പദ്ധതികളൊക്കെ നേരത്തെയും ഉണ്ട്. അവിടെ ഇപ്പോഴും ഇതേപോലെ ലെറ്ററുകൾ അയക്കും, അവർ തിരിച്ചു മറുപടി കൊടുക്കും. ഇതിങ്ങനെ മാസങ്ങളോളം പോവും. അതുകൊണ്ട് സാധാരണക്കാരന്റെ ഈ നേരത്തെ പറഞ്ഞ ശതമാനത്തിൽ വ്യത്യാസം വന്ന് അവന്റെ ജീവിത നിലവാരം ഉയരുമോ? അല്ല, ഞാൻ IMF പറഞ്ഞിരിക്കുന്നത് ഞാൻ അങ്ങയുടെ മുമ്പിൽ പറയട്ടെ, 6.6%. 10 പോയിന്റിൽ നിന്ന് മൻമോഹൻ സിംഗിന്റെ കാലത്ത് നിന്ന്
7.6 പ്രതീക്ഷിക്കുന്ന നരേന്ദ്രമോദിയോട് പറയുന്നു 6ലേക്ക് വരുമെന്ന്. ലാലെ, ഈ പ്രതിപാദനന്മാരൊക്കെ എവിടെ പോയിരുന്നു? 1960 മുതൽ 85 വരെയുള്ള കാലഘട്ടത്തിൽ ഇന്ത്യയുടെ ശരാശരി ഗ്രോത്ത് 3.5 ആയിരുന്നു. അതിനെ ഹിന്ദു റേറ്റ് ഓഫ് ഗ്രോത്ത് എന്ന് പറഞ്ഞുകൊണ്ടിരുന്നത്. ആ സമയത്ത് ഇന്ന് ഈ ക്രിട്ടിസൈസ് ചെയ്ത മഹാരഥന്മാരൊക്കെ എവിടെ പോയിരുന്നു? അവരെവിടെയാ പോകട്ടെ, അതൊന്നും നമുക്ക് അന്വേഷിക്കണ്ട. നമുക്കറിയേണ്ടത് നമ്മുടെ കയ്യിലിരുന്ന എന്റെ ബാങ്കിലെ ഒറ്റ ചോദ്യം ഡോക്ടർ മേരി ജോർജ്, ഞാൻ സമ്മതിക്കാം നിങ്ങൾ പറയുന്ന രീതിയിൽ അങ്ങയുടെ സാമ്പത്തിക വൈദഗ്ധ്യത്തിന്റെ പുറത്ത് ഇതാ നമ്മുടെ നില മെച്ചപ്പെടുന്നു എന്ന് ഞാൻ സമ്മതിക്കാം. എന്റെ പണം എനിക്ക് ഇഷ്ടം പോലെ എടുക്കാനുള്ള ആ ഒരു 24,000-ന് അപ്പുറം എടുക്കാനുള്ള സ്വാതന്ത്ര്യം നിങ്ങൾ എന്ന് തരും? ആ സ്വാതന്ത്ര്യം തരുന്നതിന് ഏത് അവകാശത്തിനും ചില നിയന്ത്രണങ്ങൾ ഉണ്ടായിരിക്കും. അങ്ങനെ ക്യാഷ് ഉപയോഗിക്കുന്ന ആ സ്വാതന്ത്ര്യത്തിലെ ഒരു ചെറിയ നിയന്ത്രണം കൊണ്ടുവന്നു ഗവൺമെന്റ് ഓഫ് ഇന്ത്യ. അത് ചെറുതല്ല, കടുത്ത നിയന്ത്രണം തന്നെയായിരുന്നു. പക്ഷെ അത് എപ്പോഴാണ് കൊണ്ടുവന്നേന്ന് ഓർക്കുക. എപ്പോഴാണ് അത് തിരിച്ചെടുക്കുക എന്നാണ് അറിയേണ്ടത്. എപ്പോഴാണ് അത് തിരിച്ചെടുക്കുക? നിങ്ങൾ നന്നാവുമല്ലോ ഒരു ദിവസം. ഉടൻ ചോദ്യം ചോദിക്കാതെ ഞാൻ ഈ പറയുന്ന ഒന്ന് കേൾക്കുക. ഒരു ഇക്കോണമി ശക്തമായിരിക്കുന്ന നിലയിൽ മാത്രമാണ് ശക്തമായ നടപടികൾ പറ്റുക. ഒന്നത്. 2, ഒരു ഗവൺമെന്റ് ശക്തമായ മജോറിറ്റിയോട് ഇരിക്കണം. അതായത് 100 പിറുങ്ങി പാർട്ടികളുടെ ഒരു ഈർക്കിലി പാർട്ടി ആയിട്ടിരുന്ന് ഭരണത്തിൽ വന്നാലുണ്ടല്ലോ, അതാണ് UPAക്ക് രണ്ടാമത്തെ പ്രാവശ്യമൊക്കെ പറ്റിയത്. അപ്പൊ പാർട്ടിയാണ് പ്രശ്നം. ഇതിനകത്ത് സാമ്പത്തികത്തിനകത്ത് എക്കണോമിക് തിയറിക്കകത്ത് എന്ന് മുതലാണ് പാർട്ടി വന്നതെന്ന് എനിക്ക് മനസ്സിലാവുന്നില്ല. ഞാൻ പ്രൊഫസർ മേരി ജോർജിലേക്ക് ഞാൻ വരാം. ഒരു മിനിറ്റ് ഡോക്ടർ മേരി ജോർജ്. അല്ല, എനിക്ക് ഈ ഒരു കാര്യത്തിൽ എനിക്ക് ഡോക്ടർ BA പ്രകാശിന്റെ ഒരു അഭിപ്രായം തേടണം. ഒരു സെന്റൻസോടെ പറഞ്ഞിട്ട് BA പ്രകാശ്. അതായത് ഒരു സാമ്പത്തിക ശാസ്ത്രവും രാഷ്ട്രീയ പരിതസ്ഥിതി ഇല്ലാതെ പ്രവർത്തിക്കുന്നില്ല. എല്ലാ സാമ്പത്തിക ശാസ്ത്രവും പ്രവർത്തിക്കുന്നത് അതിനനുപേക്ഷണീയമായ തീർച്ചയായിട്ടും. പക്ഷെ അത് മനസ്സിലാകാതെ ഇരുന്ന സാമ്പത്തിക വിദഗ്ധരുടെ നടപടികൾ പോലെ ആയി ഇത് ജനങ്ങളുടെ അടുത്തേക്ക് അപ്ലൈ ചെയ്തപ്പോൾ അതാണ് എന്റെ ചോദ്യം. ഞാൻ തിരിച്ചു വരാം. ഡോക്ടർ BA പ്രകാശ്, ഇപ്പോൾ ഡോക്ടർ മേരി ജോർജ് പറയുന്നത് പോലെ ഇത് സാധാരണക്കാരന്റെ ജീവിതത്തിന് മാറ്റം ഉടനെ ഉണ്ടാക്കും, ചെറിയ വിഷമങ്ങൾ എന്നൊക്കെയാണ് പറയുന്നത്. ഇപ്പോ കുറെ പേര് ക്യൂ നിന്ന് മരിച്ചു എന്നുള്ള കഥയൊക്കെ ഇപ്പൊ ആളുകൾ പറയുന്നില്ല, അതൊക്കെ കളഞ്ഞു. ഈ പല രീതിയിൽ ആളുകൾക്ക് പ്രതിസന്ധി ഉണ്ടായി മരിക്കുന്നുണ്ട്, അതൊക്കെ സംഭവിക്കുന്നുണ്ട്. ക്ഷീണമുണ്ടാകുന്നുണ്ട്, സാമ്പത്തികമായ തളർച്ച ഉണ്ടാകുന്നുണ്ട്. ഇന്ത്യക്ക് സാമ്പത്തികമായ തളർച്ച ഉണ്ടാകുമെന്ന് റിസർവ് ബാങ്ക് ഓഫ് ഇന്ത്യയുടെ ഗവർണർ പറയുമ്പോൾ ആ തളർച്ച ഇവിടുത്തെ സാധാരണക്കാരനുണ്ടാകും, കൃഷിക്കാരനുണ്ടാകും, സാധാരണ എല്ലാ കച്ചവടക്കാരനും ഉണ്ടാകും. ആ തളർച്ച മാറി ഒരു നല്ല നാളെയാണ് അടുത്ത ആഴ്ച ഉണ്ടാകും എന്ന് ഊർജിത് പട്ടേൽ പറയുന്നത്. ഡോക്ടർ മേരി ജോർജും പ്രതീക്ഷിക്കുന്നത് ബഡ്ജറ്റോട് കൂടി ഇതൊക്കെ ശരിയാകും എന്ന്. അല്ല, ഇതിൽ ഒരു കാര്യം നമ്മൾ മനസ്സിലാക്കണം. അതായത് നമ്മുടെ സമ്പദ്ഘടന എന്ന് പറഞ്ഞാൽ കമ്പോള വ്യവസ്ഥയിൽ പ്രവർത്തിക്കുന്ന ഒരു സമ്പദ്ഘടനയാണ്. അപ്പോൾ ശരീരത്തിൻ്റെ എല്ലാ ഭാഗത്തും രക്തം പമ്പ് ചെയ്ത് ക്രമമായിട്ട് എത്തിയാൽ മാത്രമേ ശരീരം ആരോഗ്യമായിട്ടിരിക്കുകയുള്ളൂ. അല്ലെങ്കിൽ ശരീരം മരവിക്കും, അല്ലെങ്കിൽ തളർവാദം പിടിക്കും. ഇപ്പോൾ നമ്മുടെ ഈ കമ്പോള വ്യവസ്ഥ വർക്ക് ചെയ്യുന്ന ഈ സമ്പദ്ഘടനയിൽ ഈ ചലനങ്ങൾ മുഴുവനും രക്തം ഇങ്ങനെ ചലിക്കുന്നത് പോലുള്ള ഈ ചലനങ്ങൾ മുഴുവനും നടത്തിക്കൊണ്ടിരിക്കുന്ന ക്യാഷാണ്. 80% ക്യാഷാണ്. ക്യാഷിൻ്റെ മൂവ്മെൻറ്റ്, സാധനങ്ങൾ വാങ്ങുന്നു, വിൽക്കുന്നു, കോടിക്കണക്കിന് ട്രാൻസാക്ഷൻസ് ഇങ്ങനെ നടന്നുകൊണ്ടിരിക്കുന്നു പണം ഉപയോഗിച്ച്. ഇതിപ്പോൾ പണമില്ലാത്തതുകൊണ്ട് ഈ ട്രാൻസാക്ഷൻസ് നടക്കുന്നില്ല. അതുമൂലം നേരത്തെ ഞാൻ പറഞ്ഞ പോലെ രക്തം ശരീരത്തിൻ്റെ എല്ലാ ഭാഗത്തും എത്താതെ ആളുകളുടെ ശരീരം മരവിക്കുന്ന പോലെ, അല്ലെങ്കിൽ ശരീരത്തിൻ്റെ ഭാഗങ്ങൾ മരവിക്കുന്ന പോലെ നമ്മുടെ സമ്പദ്ഘടനയുടെ പല ഭാഗങ്ങളും മരവിച്ചു കൊണ്ടിരിക്കുന്നു. പിന്നെ ഈ മരവിപ്പ് എത്രത്തോളമാണ് എന്നുള്ളതാണ് ഇപ്പോൾ ഒരു തർക്ക വിഷയം. അതായത് ഇപ്പോൾ 1% ദേശീയ വരുമാനത്തിൻ്റെ ഇത് കുറയാൻ പോകുന്നു, ചിലർ 2% കുറയാൻ പോകുന്നു, അല്ലെങ്കിൽ ഇന്ന മേഖലകളിൽ കുറയാൻ പോകുന്നു എന്നുള്ള ആ കണക്കിൻ്റെ മാത്രമേ താല്പര്യമുള്ളൂ. വൻതോതിലുള്ള മരവിപ്പ് തന്നെ. ഇവിടെ ഇപ്പോൾ നമ്മൾ 1% കുറഞ്ഞു എന്ന് വയ്ക്കുക. ഇപ്പോൾ നമ്മുടെ GDPയിൽ 1% കുറയുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ തന്നെ ഏതാണ്ട് 1.22 ലക്ഷം കോടി രൂപയുടെ ഗുഡ്സ് ആൻഡ് സർവീസസിൻ്റെ ഉൽപ്പാദനം നഷ്ടപ്പെട്ടു എന്നാണ് അർത്ഥം. 1% കുറഞ്ഞാൽ 1%ത്തിൽ 1 ലക്ഷത്തിലധികം കോടി രൂപയുടെ ഗുഡ്സ് ആൻഡ് സർവീസ് പ്രൊഡക്ഷൻ നടക്കുന്നില്ല എന്ന് പറഞ്ഞാൽ അതുമൂലം വന്നിരിക്കുന്ന പിന്നെ എംപ്ലോയ്മെൻറ്റ് ലോസ് എത്രയാണ്? അത് ഇന്ന് 1% കുറയുക എന്ന് പറഞ്ഞാൽ ഇത്രയും വലിയ ഒരു തകർച്ച ഉണ്ടാകും. ആ നിലയ്ക്ക് ഇപ്പോൾ 1.5%, 2% കുറയുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മുടെ സമ്പദ്ഘടനയിൽ വലിയ ഒരു കോടി ആളുകളുടെ ജോലിയാണ് പോകുന്നത്. അല്ല, ലക്ഷക്കണക്കിന് ആളുകളുടെ വരുമാനം, തൊഴില്, കൺസംഷൻ, നിലനിൽപ്പിനെ ബാധിക്കുന്നുള്ളതാണ്. അപ്പോൾ ഇതാണ് ഇതിൻ്റെ പിന്നിലുള്ള ഒരു നെറ്റ് റിസൾട്ട്. നമ്മൾ വേറൊരു കണക്കെടുക്കാം. ഇപ്പം തന്നെ വന്നിരിക്കുന്ന വളരെ ഒരു പ്രധാനപ്പെട്ട ഒരു കണക്കോട്ട്. അതായത് ഈ കഴിഞ്ഞ 60 വർഷത്തിനിടയിൽ ഡിസംബർ 23 അവസാനിച്ച 2ാമത്തെ ആഴ്ചയാണ് ബാങ്കുകളുടെ വായ്പാ വിതരണത്തിൽ ഏറ്റവും കുറവ് രേഖപ്പെടുത്തിയിരിക്കുന്നത് എന്നുള്ളതാണ് കണക്ക്. ഇതിവിടെ വന്നിട്ടുള്ള കണക്കാണ്. 60 വർഷത്തിനിടയിൽ
ബാങ്കുകളുടെ വായ്പാ വിതരണത്തിൽ ഏറ്റവും കുറഞ്ഞ നിരക്ക് വന്നിരിക്കുന്ന ഒരു കണക്ക്. ഞാനിപ്പോൾ 2 ദിവസത്തിന് മുമ്പേ നമ്മുടെ പിന്നീട് അമർത്യ സെൻ പറഞ്ഞ ഒരു കാര്യം കൂടെ പറഞ്ഞിട്ട് ഞാനിത് അവസാനിക്കാം. അദ്ദേഹം പറഞ്ഞ എന്താണെന്ന് അറിയാം, ഈ ഹിന്ദുവിൽ പബ്ലിഷ് ചെയ്തിട്ടുണ്ട് അദ്ദേഹത്തിൻ്റെ ഇൻ്റർവ്യൂവിന് ഈ കഴിഞ്ഞ 2-3 ദിവസത്തിന് മുമ്പ്. അതായത് ഒരു എക്കണോമിക് റീസണോ സെൻസിബിൾ ആയിട്ടുള്ള ഒരു നടപടിയായിട്ട് ഞാനിതിനെ കാണുന്നില്ല. 1. 2, സമ്പദ്ഘടനയെ വളരെ ദോഷകരമായിട്ട് ബാധിച്ചിരിക്കുന്നു, വൻതോതിൽ തൊഴിൽ നഷ്ടപ്പെടുത്തുന്നു. ഡിമോണിറ്റൈസേഷൻ്റെ വക്താക്കളുടെ രാജ്യത്ത് ഈ നടപടി ഉണ്ടായ ദോഷങ്ങളുടെ വിവരങ്ങൾ ധാരാളം പുറത്തു വന്നിട്ടും അത് കാണാതെ അന്ധന്മാരെ പോലെ സംസാരിക്കുന്നു. അപ്പോൾ എനിക്ക് ഇത് കാരണം അദ്ദേഹത്തിൻ്റെ ആ പ്രസ്താവന വളരെ ഇതാണ്. അതായത് കഴിഞ്ഞ 1.5 മാസം അല്ലെ 2 മാസമായിട്ട് നമ്മുടെ പത്രമാധ്യമങ്ങളിലും ബാക്കിയുള്ള മാധ്യമങ്ങളിലും റിപ്പോർട്ടുകളിലും സമ്പദ്ഘടനയുടെ മരവിപ്പ് തകർച്ചയെപ്പറ്റി വളരെ വ്യക്തമായ വാർത്ത എല്ലാ മേഖലകളിലും വന്നുകൊണ്ടിരിക്കുന്നു. ഇതൊന്നും കാണാതെ അന്ധന്മാരെ പോലെ ഇവിടെ ഒന്നും നടക്കുന്നില്ല, കാര്യങ്ങളെല്ലാം മെച്ചമാണ് എന്നുള്ള ഒരു പ്രചരണമാണ് ഇവിടെ ഇപ്പോൾ നടത്തിക്കൊണ്ടിരിക്കുന്നത്. ഇത് വളരെ അപകടകരമായ. ശരി, ഇതിനൊരു മറുപടി ഡോക്ടർ മേരി ജോർജിന് ഉണ്ടാകും. മേരി ജോർജിന് മറ്റൊരു ചർച്ചയിലേക്ക് കൂടി പോകേണ്ടതുണ്ട്. ഒരു മേരി ജോർജ് മറുപടി പറഞ്ഞോളൂ. ഓക്കെ, അതായത് നേരത്തെ ഡോക്ടർ BA പ്രകാശ് പറഞ്ഞത്, അതുപോലെ തന്നെ അമർത്യ സെൻ എഴുതിയിരുന്നത് ഒക്കെ ഞാൻ കണ്ടതാണ്. ഇതൊന്നും ഞാൻ നിഷേധിക്കുന്നില്ല. ഈ പറയപ്പെട്ട പ്രശ്നങ്ങളൊക്കെ ഇന്ത്യൻ ഇക്കോണമിയിൽ ഉണ്ടായിട്ടുണ്ട്. ഞാൻ തന്നെ തുടക്കത്തിലേ പറഞ്ഞല്ലോ, പണം എന്ന് പറയുന്നത് ഒരു ഇക്കോണമിയുടെ ലൂബ്രിക്കൻ്റ് ആണ്. ഒരു മെഷീൻ എങ്ങനെ ഓടുന്നുവോ എണ്ണയുടെ സഹായത്തോടെ, അതുപോലെ തന്നെയാണ് ഒരു ഇക്കോണമി പണം കൊണ്ട് തന്നെ ചലിക്കുന്നത്. പണം ഇല്ലാതെ ആയാൽ മെഷീൻ ഇടിച്ചു നിൽക്കും, എണ്ണ ഇല്ലാതായാൽ മെഷീൻ ഇടിച്ചു നിൽക്കുന്നത് പോലെ ഇക്കോണമി ഇടിച്ചു നിൽക്കും. അതാണ് ഇപ്പോൾ സംഭവിച്ചുകൊണ്ടിരിക്കുന്നത് എന്നുള്ളതിനെപ്പറ്റി എനിക്ക് സംശയമില്ല. പക്ഷേ നമ്മളൊന്ന് ഓർക്കുക, ഡോക്ടർ മൻമോഹൻ സിംഗിൻ്റെ ഭരണകാലം, ധനമന്ത്രിയായിരുന്ന കാലം മുതൽ ഒരുപാട് നടപടികൾ കള്ളപ്പണം, കള്ളനോട്ട്, കുഴൽപ്പണം ഇതിനെയൊക്കെ ഒന്ന് കടിഞ്ഞാണിടാൻ വേണ്ടി കൊണ്ടുവന്നു. ഈ നരേന്ദ്രമോദി ഗവൺമെൻറ് വന്നതിന് ശേഷം തന്നെ ഗോൾഡ് കോയിൻസ് തന്നെ, അതായത് ഗോൾഡ് സ്വർണമായിട്ട് തന്നെ സ്വീകരിച്ചുകൊണ്ട് ഡെപ്പോസിറ്റ് സ്കീം കൊണ്ടുവന്നു. ഈ പറയപ്പെട്ട എല്ലാ തരത്തിലുള്ള സ്കീംസും പരാജയമായിരുന്നു. ഇന്ത്യക്ക് അകത്ത് കള്ളപ്പണം കുമിഞ്ഞു കൂടുന്നു, ഇന്ത്യക്ക് വെളിയിൽ കള്ളപ്പണം കുമിഞ്ഞു കൂടുന്നു. അപ്പൊ ഞാൻ ഇടപെട്ട് ഒന്ന് പറയട്ടെ, ഡോക്ടർ മേരി ജോർജ് അന്നത്തെ ചർച്ചകളിൽ പങ്കെടുത്തത് ഞാൻ ഓർക്കുന്നുണ്ട്. ഡോക്ടർ മൻമോഹൻ സിംഗിന്റെ കാലഘട്ടത്തിലെ സാമ്പത്തിക ബഡ്ജറ്റിനെ കുറിച്ചുള്ള ചർച്ചകളിൽ പങ്കെടുത്തത് ഞാൻ ഓർക്കുന്നുണ്ട്. അന്ന് ഇത്തരം കള്ളപ്പണം പിടിക്കുന്നതിനെ കുറിച്ചുള്ള ചർച്ചകളൊക്കെ പലരും ഇവിടെ വന്ന് ചർച്ചയിലും പങ്കെടുത്തിരുന്നു. BJP-ക്കാർ തന്നെ വന്ന് മൻമോഹൻ സിംഗിന്റെ കാലഘട്ടത്തിൽ എവിടെ കള്ളപ്പണം പിടിച്ചതെന്നൊക്കെ ചോദിച്ചിരുന്നു. അന്നൊക്കെ പറഞ്ഞത് ഇതല്ലാതെ ഈ രാജ്യത്തെ ജനങ്ങളെ ബാധിക്കുന്ന തരത്തിൽ, അങ്ങനെ ബാധിക്കാത്ത തരത്തിൽ ഒരു നടപടി എടുക്കാൻ സാധിക്കില്ല എന്ന് പറഞ്ഞിരുന്ന സാമ്പത്തിക വിദഗ്ധരാണ് താങ്കളെ പോലുള്ളവർ. ഇപ്പോ ഈ രീതിയിൽ ഒരു നടപടി വന്നപ്പോൾ ഇത് നേരത്തെ ഡോക്ടർ BA പ്രകാശ് പറഞ്ഞതുപോലെ ജനങ്ങളെ ഒന്നും ഇത് ബാധിക്കുന്നില്ല, ക്യാഷ്ലെസ് എക്കോണമിയിലൂടെ നന്നാകുന്നു, വളർച്ച ഉണ്ടാകുന്നു എന്ന് പറയുന്നത് എത്ര കള്ളപ്പണം പിടിച്ചിട്ടാണ്, എത്ര കള്ളനോട്ട് ഇല്ലാതെയാക്കിയിട്ടാണ്? ഇപ്പൊ കള്ളനോട്ട് ഇല്ല എന്ന് എങ്ങനെ പറയുന്നു? ഒപ്പം തീവ്രവാദം തടഞ്ഞു എന്ന് എന്ത് തെളിവിന്റെ അടിസ്ഥാനത്തിലാണ്? എന്റെ കോമൺ സെൻസ്, എല്ലാവരുടെയും കോമൺ സെൻസ് എനിക്ക് അറിഞ്ഞൂടെ. എന്റെ കോമൺ സാധാരണ ആളുകൾക്ക് കോമൺ സെൻസ് പറയാം, അങ്ങ് പക്ഷേ ധനതത്വശാസ്ത്രമാണ് പറയേണ്ടത്. അതെ, എന്റെ ആ സാമ്പത്തിക ശാസ്ത്രത്തിന്റെ അറിവ് അനുസരിച്ച് ഞാൻ പറയുന്നത്, ഈ സമൂഹത്തിൽ ഉണ്ടായിരുന്ന പണം, ഞാൻ പല പ്രാവശ്യം എഴുതിയിട്ടുണ്ട് ലേഖനങ്ങളിൽ, കഴിഞ്ഞ ബജറ്റ് മുതൽ ഉള്ള പണം മാത്രമേ ജനങ്ങളുടെ കൈ കാണൂ. ആ ബജറ്റ് മുതലാണ് കള്ളപ്പണം പണമായിട്ട് തന്നെ കയ്യിൽ വെക്കേണ്ട ഒരു ഗതികേടിലേക്ക് ഗവൺമെന്റ് ഓഫ് ഇന്ത്യ ജനങ്ങളെ എത്തിച്ചത്. അതുകൊണ്ടാണ് നമ്മൾ നോർത്ത് ഇന്ത്യയിൽ ഒരു മന്ത്രിയുടെ കിടക്കയുടെ അടിയിൽ നിന്ന് 3 കോടി രൂപ കണ്ടുപിടിച്ചു എന്ന് പറയണേ. അപ്പൊ ആ ഒരു അവസ്ഥ 3 കോടിയാണോ ഈ വിദേശത്ത്? അങ്ങനെ അറിയാലോ എത്ര ലക്ഷം കോടി. ഒന്ന് അനുവദിക്കുക. അങ്ങനെ ഇനി എനിക്ക് ആ പ്രോസസ്സ് മുഴുവൻ പറയാൻ വയ്യ, ഞാൻ ഒരുപാട് എഴുതിയിട്ടുള്ളത് അതേപ്പറ്റി. അപ്പോൾ ഞാൻ പറഞ്ഞു വരുന്നത് എന്താണെന്ന് വെച്ചാൽ, അങ്ങനെ ഒരു ലാസ്റ്റ് റിസോർട്ട് എന്ന രീതിയിൽ ഗവൺമെൻറ് ഓഫ് ഇന്ത്യ, അപ്പോഴും ഗവൺമെൻറ് ഓഫ് ഇന്ത്യ ഈ ഓപ്ഷൻ തന്നെ സ്വീകരിക്കണമായിരുന്നു എന്ന അഭിപ്രായം എനിക്കില്ല. ശക്തമായ ഒരു ഗവൺമെൻറ്, വലിയ മെജോറിറ്റിയോട് കൂടി വന്ന ഗവൺമെൻറ്, അത്തരം ഒരു ഗവൺമെന്റിന് മാത്രമേ ഏതെങ്കിലും രാജ്യത്ത് ഇങ്ങനെ ഒരു നടപടി. ഡോക്ടർ മേരി ജോർജ്, അങ്ങ് ഈ മെജോറിറ്റിയുടെയും വോട്ടിന്റെയും കാര്യം പറയുന്നുണ്ട്. ഒറ്റയ്ക്ക് ഒരു കക്ഷി വരുന്നത് നല്ലതാണ്, പല ശക്തമായ തീരുമാനങ്ങൾ എടുക്കാൻ പറ്റും. പക്ഷെ ജനങ്ങളെല്ലാം ഈ വോട്ട് കൊടുക്കുന്നത് എന്തുകൊണ്ടാണ്? എല്ലാം ഞങ്ങൾക്ക് അനുകൂലമായി, ഞങ്ങളെ കഷ്ടപ്പെടുത്താതെ കാര്യങ്ങൾ കൊണ്ടുവന്ന് എത്തിക്കുമെന്നാണ്. പക്ഷെ ഇപ്പൊ കള്ളപ്പണം ഇല്ലാത്തവനാണ് കഷ്ടപ്പെടുന്നത്, പാവപ്പെട്ടവനാണ് കഷ്ടപ്പെടുന്നത്. ശരി, ഞാൻ സമ്മതിക്കുന്നു. ഇതാ ഇപ്പൊ 5 സംസ്ഥാനങ്ങളിൽ ഇലക്ഷൻ നടത്തുക, അവര് ഗവൺമെന്റ്, ഈ ഗവൺമെന്റിന് വോട്ട് അത് പൊളിറ്റിക്സ് ആണ്, അത് എക്കണോമിക്സ് അല്ല. എന്റെ ചോദ്യം ഇന്നത്തെ എക്കണോമിക്സ് ആണ്. ഇന്ന് പൊളിറ്റിക്സുകാരെ ആരുമില്ല, പൊളിറ്റീഷ്യൻസ് ഇല്ല ഈ ചർച്ചയിൽ. രാഷ്ട്രീയക്കാരെ ഒഴിവാക്കി തന്നെയാണ് ഇന്ന് നിർബന്ധപൂർവ്വം ഊർജിത് പട്ടേൽ പറഞ്ഞ സാമ്പത്തിക ശാസ്ത്രം എന്തെന്ന് അന്വേഷിക്കാൻ അങ്ങേ വിളിച്ചു വരുത്തിയത്. അപ്പോൾ അതിനകത്താണ് നമുക്ക് അറിയേണ്ടത്. എന്റെ ഒറ്റ ചോദ്യം, പ്രതിസന്ധി ഉടനെ തീരും എന്ന് പറയുമ്പോൾ 2 കാര്യങ്ങൾക്കുള്ള ഉത്തരം അങ്ങ് ജനങ്ങൾക്ക് കൊടുക്കണം. അങ്ങയുടെ സാമ്പത്തിക ശാസ്ത്രം പറയുന്നത് ഊഹാപോഹമല്ല. 24,000-ന്റെ നിയന്ത്രണം എത്ര ദിവസത്തിനകം തീരും?
ഒന്നത്, എത്ര ദിവസത്തിനകം ഇന്ത്യ പഴയ രീതിയിൽ വളർച്ചയിലേക്കും നല്ല മെച്ചപ്പെട്ട ഡൈനാമിസത്തിലേക്കും പോകും? അതായത് ആദ്യത്തെ ചോദ്യത്തിന്റെ ഉത്തരം ഉർജിത് പട്ടേലിന് പോലും കൊടുക്കാൻ പറ്റാത്തത് എനിക്ക് തരാൻ പറ്റില്ല. പക്ഷെ രണ്ടാമത്തെ ചോദ്യത്തിന്റെ പക്ഷെ ഇതൊക്കെ നല്ലതാണ്. രണ്ടാമത്തെ ചോദ്യത്തിന്റെ ഉർജിത് പട്ടേലിന് പോലും പറയാൻ പറ്റാത്ത ഈ അവസ്ഥ നല്ലതാണ്. അല്ല എന്ന് ഞാൻ പറയുന്നില്ല. അവസ്ഥ നല്ലതാണെന്ന് ഞാൻ ഒരിക്കലും പറഞ്ഞിട്ടില്ല. ഈ അവസ്ഥ എവർലാസ്റ്റിംഗ് ആയിട്ടുള്ള ഒരു അവസ്ഥയല്ല. ഈ അവസ്ഥയിൽ നിന്ന് പെട്ടെന്ന് നാം മുൻപോട്ട് ഉർജിത് പട്ടേൽ പറയുന്നത് നമുക്ക് വിശ്വസിക്കാൻ പറ്റുന്നില്ല, അദ്ദേഹത്തിന് പലതും പറയാൻ പറ്റുന്നില്ല. പിന്നെ എങ്ങനെയാണ് ഡോക്ടർ മേരി ജോർജ് ഒരു സിദ്ധാന്തത്തിന്റെ പോലും പുറത്തല്ലാതെ പറയുന്ന ഈ കാര്യങ്ങളെ ജനങ്ങൾ വിശ്വസിക്കുക? ഏത് സിദ്ധാന്തം? അല്ല, ഇന്ത്യ പോലെയുള്ള ഒരു രാജ്യത്ത് ഇതിനേക്കാൾ വലിയ ബുദ്ധിമുട്ടുകൾ വന്നപ്പോഴും നാം അതിനെ അതിജീവിച്ചിട്ടുണ്ട്. അങ്ങനെ അതായത് അങ്ങനെ പറഞ്ഞാൽ എനിക്ക് ഒരുപാട് കേസസ് പറയാനുണ്ട് അത് എസ്റ്റാബ്ലിഷ് ചെയ്യാൻ വേണ്ടിയിട്ട്. അതിന് സമയമില്ലാത്തതുകൊണ്ട് ഞാൻ അതിലേക്ക് പോകുന്നില്ല. ഡോക്ടർ ബി എ പ്രകാശ് ഒക്കെ നിശബ്ദനായി ഇരിക്കുന്നത് ഈ സിദ്ധാന്തമൊക്കെ അങ്ങേക്കും അറിയാവുന്നത് കൊണ്ടാണോ ഡോക്ടർ ബി എ പ്രകാശ്? വായിച്ചു പഠിച്ച ശാസ്ത്രമാണല്ലോ. അല്ലല്ല, ഇതിനകത്തിപ്പോൾ കാരണം നമ്മളിപ്പോൾ ഒരു പ്രശ്നത്തിനെ പലരും എക്സാമിൻ ചെയ്യുമ്പോൾ അവരുടെ ഐഡിയോളജിക്കൽ പോയിന്റ് ഓഫ് വ്യൂ അല്ലെങ്കിൽ പൊളിറ്റിക്കൽ പോയിന്റ് ഓഫ് വ്യൂ പല ലെവലിൽ അതിനെ പല രീതിയിൽ കാണാം. പക്ഷെ ഞാനിതിനെ കാണുന്നത്, അതായത് ഒരു ഒറ്റ നടപടി കൊണ്ട് ഈ ഒരു രാജ്യത്തെ ഏതാണ്ട് 125 കോടി ജനങ്ങളെയും ദുരിതത്തിലാക്കിയ ഒരു നടപടിയായിട്ടാണ് ഞാനിതിനെ കാണുന്നത്. ഞാൻ ആദ്യം മുതലേ കാണുന്ന, ഇത് പ്രഖ്യാപിച്ചതിൻ്റെ അന്ന് മുതലേ ഉള്ള എൻ്റെ ഒരു സമീപനം ഇത് തന്നെയാണ്. അത് ഡോക്ടർ മേരി ജോർജ് മുൻകാലങ്ങളിലും അങ്ങ് എക്സ്പെൻഡിച്ചർ കമ്മിറ്റിയുടെ തലപ്പത്തുണ്ടായിരുന്നു. ഈ സാമ്പത്തിക ഡോക്ടർ ബി എ പ്രകാശം ഉണ്ടായിരുന്നു ഇതുപോലുള്ള പല സമിതികളിലും. പക്ഷെ അന്നൊക്കെ ഈ ശമ്പളം കൂട്ടിക്കൊടുക്കേണ്ടതില്ല പലർക്കും, ഇവിടെ എനിക്ക് ഇത് സാധിക്കുന്നുണ്ടല്ലോ എന്ന് പറഞ്ഞ ആളാണ്. ഗ്യാസിന്റെ കാര്യത്തിൽ പ്രശ്നങ്ങൾ വന്നപ്പോ എനിക്ക് 2 കുറ്റി ഗ്യാസ് കൊണ്ട് 4-5 മാസം മുന്നേ 2 കുറ്റി എന്നല്ല, എത്ര കുറ്റി? 6 കുറ്റി ഗ്യാസ് കൊണ്ട് ഒരു വർഷം കഴിക്കാവുന്ന. ശരിയാണ്. ഈ 6 കുറ്റി ഗ്യാസ് കൊണ്ട് 2 വർഷം കഴിയുന്നവരും ഉണ്ട് ഈ നാട്ടിൽ ഡോക്ടർ മേരി ജോർജ്. അപ്പൊ അതിൽ ആ കണക്ക് നോക്കുമ്പോൾ ഡോക്ടർ മേരി ജോർജ് അവരെക്കാളും എത്ര ദൂർത്താണ് നടത്തുന്നത്. ഞാൻ പാചകം ചെയ്യാതെ ജീവിക്കുന്നു. ശരി, നമ്മൾ അപ്പൊ കണക്കെടുക്കുമ്പോൾ നേരത്തെ ഡോക്ടർ ബി എ പ്രകാശ് പറഞ്ഞ അർത്ഥത്തിൽ ദുരിതം അനുഭവിക്കുന്ന സാധാരണക്കാരുടെ എത്ര ദുരിതം ഈ ദിവസങ്ങളിൽ ഡോക്ടർ മേരി ജോർജ് കണ്ടു? ഞാൻ ധാരാളം ദുരിതം കണ്ടില്ലെന്ന് ഞാൻ ഇതുവരെ പറഞ്ഞിട്ടില്ല. അതായത് ജനങ്ങൾക്ക് ദുരിതമുണ്ടാക്കിയ ഒരു പ്രോഗ്രാം തന്നെയായിരുന്നു ഇത്. അത് ഒരുപക്ഷെ പ്രധാനമന്ത്രിയും ധനമന്ത്രിയും ഒക്കെ വിഭാവന ചെയ്തിട്ടുണ്ട്. ആ കാര്യം ചൂണ്ടിക്കാട്ടണ്ടേ ജനങ്ങളുടെ മുമ്പിൽ? നമ്മൾ ആ പ്രശ്നം അവർ അനുഭവിക്കുമ്പോൾ അവരോട് നിന്ന് പറയണ്ടേ? നമുക്ക് ഇത് ഇല്ലാതെയാക്കാം, കള്ളപ്പണം ഇല്ലാതെയാക്കാം. പക്ഷെ അതിന് നമ്മുടെ സാമ്പത്തിക ശാസ്ത്രം പറയുന്ന ഒരു സിദ്ധാന്തമോ ഒരു മെഷീനറിയോ തൽക്കാലം മുന്നോട്ട് വയ്ക്കാൻ ഇല്ലെങ്കിൽ ഡോക്ടർ മേരി ജോർജ്, പിന്നെ എങ്ങനെയാണ് അതിന്റെ പിന്നിൽ രാഷ്ട്രീയമുണ്ട് എന്ന് സംശയിക്കുന്നവരെ നമുക്ക് തള്ളി പറയാനാകുക? കഴിഞ്ഞ 60 അത് എന്തുകൊണ്ടാണ് ഞാൻ ചോദിക്കട്ടെ. ഇപ്പൊ ഈ 5 സംസ്ഥാനങ്ങളിൽ വന്ന ഭരണമാറ്റം വരാൻ പോവുകയാണ്. ആ ഒരു പേടിയെങ്കിലും നരേന്ദ്രമോദിക്ക് ഉണ്ടാകണ്ടേ? അപ്പൊ അതൊന്നും ലോജിക്കലല്ല. നരേന്ദ്രമോദി എന്തുകൊണ്ട് ഇങ്ങനെ ചിന്തിച്ചില്ല? അദ്ദേഹം ഇങ്ങനെയാണെങ്കിൽ വോട്ട് കിട്ടില്ല എന്ന് കരുതി. അത് രാഷ്ട്രീയമാണ്, അത് സാമ്പത്തിക ശാസ്ത്രമല്ല. അത് നരേന്ദ്രമോദി നമ്മൾ തുടരണ്ട. 5 സംസ്ഥാനങ്ങൾ തെരഞ്ഞെടുപ്പോടെ നിൽക്കട്ടെ, അതല്ല പ്രശ്നം. എന്തായാലും എന്റെ ഈ 2 ചോദ്യങ്ങൾക്ക്, പ്രസക്തമായ ചോദ്യങ്ങൾക്ക് ഡോക്ടർ മേരി ജോർജ് ഈ ഡിമോണിറ്റൈസേഷനെ അനുകൂലിക്കുമ്പോൾ തന്നെ ഉത്തരം തരാൻ പറ്റിയില്ല. അത് ഊർജിത് പട്ടേലിനും ഉത്തരമില്ല. ഇതുകൊണ്ടാണ് ഊർജിത് പട്ടേൽ എന്ന വലിയ ഗവർണർ റിസർവ് ബാങ്ക് ഓഫ് ഇന്ത്യയെ പോലും ദുർബലപ്പെടുത്തി PSCക്ക് മുമ്പിൽ ഇങ്ങനെ വന്ന് പരിഹാസനായി നിൽക്കുന്നത് ഡോക്ടർ മേരി ജോർജ്. അത് ഞാൻ നേരത്തെ തന്നെ പറഞ്ഞല്ലോ, എം പിമാർ ചെയ്യേണ്ട ജോലിയാണ് ചെയ്യേണ്ടത്. അത് ചെയ്യുന്നില്ല എന്നുള്ളത് കൊണ്ടാണ് മോണിറ്ററി പോളിസി കമ്മിറ്റി അവിടെ ഉണ്ടായത്. രണ്ടാമത് 31-ാം തീയതി ഡിസംബർ 31-ാം തീയതി വൈകുന്നേരം നരേന്ദ്രമോദി ചെയ്ത അനൗൺസ്മെന്റ്സ്, അതായത് ഈ നഷ്ടപ്പെട്ടു പോയി എന്ന് പറഞ്ഞ എണ്ണ തിരിച്ച് സമൂഹത്തിലേക്ക് കൊടുക്കാൻ, അതായത് ക്രയശേഷി സാധാരണക്കാരുടെ കരങ്ങളിൽ എത്തിക്കാൻ, അതിനുവേണ്ടിയുള്ള നടപടികളാണ് അദ്ദേഹം അനൗൺസ് ചെയ്തത്. ഒറ്റ സെക്കൻഡിൽ അങ്ങേക്ക് ഒറ്റ സെക്കൻഡ് ഇല്ല, 10 സെക്കൻഡ് എടുത്തോളൂ. എനിക്ക് 15 സെക്കൻഡ് അപ്പുറത്തും കൊടുക്കണം. ഈ കിട്ടാക്കടം തിരിച്ചു പിടിക്കുന്നതിനെ കുറിച്ച് ഒന്നും ഇപ്പോഴും പറയുന്നില്ല നരേന്ദ്രമോദി, ഊർജിത് പട്ടേൽ തുടങ്ങിയല്ലോ. ഇപ്പൊ വിജയ് മല്യയുടെ തന്നെ സർവ്വസ്വത്തും കണ്ടുകെട്ടിക്കോളാൻ അനുവാദം കൊടുത്തിരിക്കുകയാണ്. കിട്ടാക്കടം എന്ന് പറഞ്ഞാൽ എത്രയാണ് ഡോക്ടർ മേരി ജോർജ് കരുതുന്നത്? അല്ല, ഒരുപാടുണ്ട്. ഇത് ആരുടെ കൈയിലൊക്കെയാ ഇരിക്കുന്നത്? ആര് പറയണം? അല്ല, കോർപ്പറേറ്റ്സിന്റെ കയ്യിലിരിക്കുന്നു. അവരുടെ പേര് പോലും പറയാൻ മടിയാണ്. ഡോക്ടർ ബി എ പ്രകാശ്, എന്തായാലും താങ്കൾ ഊഹിച്ച് ഒരാഴ്ചക്കകത്ത് തീരുമെന്ന് ഡോക്ടർ മേരി ജോർജ് പറയുന്നുണ്ട്, ഫെബ്രുവരി 1-ന്. പക്ഷെ ഊർജിത് പട്ടേൽ അങ്ങനെയും പറഞ്ഞില്ല. താങ്കൾ ഡോക്ടർ കെ എൻ ഹരിലാൽ ഉടനെ ഒന്നും തീരില്ല എന്ന് പറഞ്ഞു. താങ്കൾ എന്ത് വാക്കാണ് ഉപയോഗിക്കുന്നത്? അതായത് ഇപ്പോൾ കിട്ടിയിരിക്കുന്ന വിവരം അനുസരിച്ച് ഇപ്പോൾ റദ്ദ് ചെയ്ത കറൻസിയുടെ ഏതാണ്ട് 60% ഇപ്പോൾ പ്രിന്റ് ചെയ്തു. ഇനി 40%-ഓളം കറൻസി പ്രിന്റ് ചെയ്യാൻ എത്രത്തോളം സമയമെടുക്കും? അത് മാസങ്ങളെടുക്കും. ഒന്ന്. രണ്ടാമത് വേറൊരു കാര്യം, നേരത്തെ ഉണ്ടായിരുന്ന 1000 രൂപ നോട്ട് ഇപ്പോൾ ഇല്ല. കാരണം ഈ 2000 ഇറക്കിയതും
നമ്മളിപ്പോൾ ഈ കറൻസി പ്രശ്നത്തിൽ RBI എടുത്ത ഒരു വളരെ തെറ്റായ ഒരു നടപടിയെന്ന് പറഞ്ഞാൽ ഈ 2000 രൂപയുടെ വലിയൊരു കറൻസി ഇറക്കിയത് മൂലം ഒരുപാട് മേഖലകളിൽ വലിയൊരു ഈ ചില്ലറ മാറുന്ന പ്രശ്നവും ട്രാൻസാക്ഷൻ നടത്തുന്ന പ്രശ്നവും വളരെ രൂക്ഷമായിട്ടുണ്ടായിട്ടുണ്ട്. അപ്പോൾ ഈ 1000 രൂപ നോട്ടുമാണ്. 1000 രൂപ നോട്ടിനെ പറ്റി ഇവർ ചിന്തിച്ചു തുടങ്ങിയിട്ട് പോലും ഇല്ല. അപ്പോൾ 500-1000 രൂപ നോട്ടുകൾ കാര്യമായിട്ട്, അതായത് നമ്മുടെ റിക്വയർമെൻറ്റ് അനുസരിച്ച് മുഴുവനും അടിച്ചു കഴിഞ്ഞാൽ മാത്രമേ ഇതിനുള്ള ഒരു പരിഹാരം ഉണ്ടാവൂ, അല്ലാതെ ഇത് എളുപ്പത്തിൽ ഒരു പരിഹാരം ഉണ്ടാകില്ല എന്നുള്ളതാണ്. പിന്നെ വേറൊരു പ്രധാനപ്പെട്ട ഒരു കാര്യം ഞാൻ ഇതിനകത്ത് കാണുന്നത്, ഈ നടപടി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇത്രയും ഒരു രൂക്ഷമായിട്ടുള്ള ഒരു പ്രശ്നം ഉണ്ടാക്കിയതിൻ്റെ പ്രധാനപ്പെട്ട ഒരു കാരണം ഇതൊരു കമ്പോള വിരുദ്ധ ഒരു നടപടിയാണ്. അതായത് നമ്മൾ ഒട്ടനവധി നിയന്ത്രണങ്ങൾ ഏർപ്പെടുത്തിക്കൊണ്ട് ഈ മേഖലയിൽ കള്ളപ്പണമെന്നോ അല്ലെങ്കിൽ മറ്റു രീതിയിൽ ഇതിനെ കൺട്രോൾ ചെയ്യാനായിട്ട് ശ്രമിക്കുന്ന ഒരു നടപടിയായിട്ടാണ് ഇതിന് വന്നത്. അതുകൊണ്ടാണ് ഇത്രയും രൂക്ഷമായിട്ടുള്ള ഒരു കാര്യം ഉണ്ടായത്. മാത്രമല്ല ഇത് ഒരു ഇൻസ്പെക്ടർ രാജ് സ്വഭാവത്തിലുള്ള ഒരു നടപടിയായിരുന്നു. റൈറ്റ്. എന്തായാലും വളരെ വ്യക്തമാണ്. ഊർജിത് പട്ടേൽ ഇനിയും PSCക്ക് മുമ്പിൽ ചെന്ന് നിന്നാലും ഉത്തരം കിട്ടുമോ ഇന്ത്യൻ ജനതയ്ക്ക്? ഇത് തന്നെയാണ് ഇന്ന് ഇന്ത്യൻ ജനത ചോദിക്കുന്നത്. വളരെ നന്ദി ചർച്ചയിൽ പങ്കെടുത്തതിന് ഡോക്ടർ BA പ്രകാശ്, ഡോക്ടർ മേരി ജോർജ്, ഡോക്ടർ KN ഹരിലാൽ. എന്തായാലും നോട്ട് പ്രതിസന്ധി ഉടൻ തീരുമെന്ന ഊർജിത് പട്ടേലിൻ്റെ ഉറപ്പ് അത്ര ഉറച്ചതാണോ എന്ന കാര്യത്തിൽ ഈ ചർച്ച കഴിയുമ്പോൾ സംശയം കൂടുകയാണ്. ഈ ചർച്ച ഇവിടെ അവസാനിക്കുന്നു.